നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു SCERT ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ നമ്മളെ സോഷ്യൽ സയൻസിലെ കുറച്ച് പാഠങ്ങളാണ് നോക്കാൻ പോകുന്നത്. നേരെ നമ്മൾ ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ആദ്യത്തെ പാഠം എന്താണ്ടാ? ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ലോകത്തുള്ള പലതരത്തിലുള്ള ഗതാഗത സംവിധാനങ്ങളുണ്ട്. അതായത് റോഡ് ഗതാഗതമുണ്ട്, റെയിലുണ്ട്, വ്യോമയാനമുണ്ട്. അതിൻ്റെയൊക്കെ വളർച്ച എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് പോവാം. താഴോടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടോ? അതായത് എന്താണ്, ടയറിൻ്റെ ഓരോ വർഷം കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ചക്രങ്ങളിലുണ്ടായ മാറ്റമാണ്. ആദ്യം നമ്മളെന്താണ് കല്ലുകൊണ്ടുള്ള ചക്രമായിരുന്നു, പിന്നെന്താണ് തടി വെച്ചുണ്ടായിരുന്നു, പിന്നെന്താണ് ആ തടി പിന്നെന്താണ് ഇന്നത്തെ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ടയറിലോട്ട് വന്നു. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ വളർച്ച എന്നൊക്കെയാണ് ഈ പാഠത്തിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 1976 എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് തടാകത്ത് തീരത്തു നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രത്തിൻ്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? 1976 എവിടെ? സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിൽ എന്താണ്? സൂറിച്ചിലൊരു തടാകത്തിൻ്റെ തീരത്തു നിന്ന് കണ്ടെത്തി എത്ര വർഷം പഴക്കമുള്ള 4500-ലധികം വർഷം പഴക്കമുള്ളൊരു തടാകത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്താണ്ട് ഈ ചക്രത്തിൻ്റെ പ്രത്യേകത? അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, മേപ്പിൾ മരപ്പലകൾ കൊണ്ട്, മേപ്പിളിൻ്റെ മരപ്പലകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിൻ്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതായത് ഇന്നേ വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു ചക്രത്തിൻ്റെ ഭാഗമാണ് ഈ ചിത്രത്തിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്താണ്ട് 1976 എവിടെയുണ്ട? സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിലെ ഒരു തടാകത്തിൻ്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ എന്താണ് മേപ്പിളിൻ്റെ പലക കൊണ്ടുണ്ടാക്കിയ മേപ്പിളിൻ്റെ പലക കൊണ്ടുണ്ടാക്കിയ ഈ ചക്രമാണ് ഇന്നേ വരെ ലോകത്ത് കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന ചക്രം. ഓക്കെ, അടുത്തിലോട്ട് പോവാം. മെസപ്പൊട്ടോമിയ. അടുത്ത് നമ്മളെന്താണ് മെസപ്പൊട്ടോമിയ സംസ്കാരത്തിൽ ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. അവർ 5000 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ചക്രങ്ങൾ ഉപയോഗിച്ചെന്നാണ് പറയുന്നത്. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ ഉള്ളവർ എന്താണ് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് അവർ ചക്രങ്ങൾ നിർമ്മിച്ചതായി കരുതപ്പെടുന്നു. ഓക്കെ, അടുത്ത പോയിന്റ്, അവരുടെ ചക്രങ്ങൾ എങ്ങനെയായിരുന്നടാ? അവരുടെ ചക്രങ്ങൾ എങ്ങനെയായിരുന്നു? കട്ടിയുള്ള 3 കഷണം പലകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി നിറച്ച തരത്തിലായിരുന്നു. അപ്പോൾ അവരും പലകൾ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിലെന്താണ് എന്നിട്ടാണ് തോൽപ്പട്ട, അതെങ്കിലും മൃഗത്തിൻ്റെ തോല് വെച്ചാണ് അവർ ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, പിന്നീട് ആരൊക്കെ ഈജിപ്തുകാരും റോമാക്കാരും ചക്രങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി. അപ്പോൾ എന്താണ്, പിന്നീട് വന്ന ഈജിപ്തുകാരും റോമാക്കാരും ചക്രങ്ങളിൽ അവരുടേതായിട്ടുള്ള മോഡുലേഷൻ വരുത്തി. അടുത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് പറയണം, ഈ മെസപ്പൊട്ടോമിയ ഒരു ബേസിക് ഇൻഫർമേഷനാണ് താഴെ നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശം എവിടെയാണ്? ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശമാണ് മെസപ്പൊട്ടോമിയ സംസ്കാരം വളർന്നത്. ഓക്കെ, ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടോമിയ സംസ്കാരം വളർന്നു വന്നത്. എങ്ങനെയാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിന് അർത്ഥം എന്താണ്? അത് ഇവിടെ നൽകിയിട്ടുണ്ട്. എന്താണ്? 2 നദികൾക്കിടയിലുള്ള പ്രദേശമാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം. അപ്പം മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം എന്താണ്? 2 നദികൾക്കിടയിലുള്ള പ്രദേശം. അപ്പോൾ ചോദിക്കും ഏതൊക്കെയാണ് നദി? ഉത്തരവുണ്ട്, ഇതാ കിടക്കുന്ന ആ നദികൾ ഏതൊക്കെയാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. ഏതൊക്കെയാണ്? യൂഫ്രട്ടീസും ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിൽ വളർന്നു വന്നൊരു സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഓക്കെ, നമ്മൾ 2 ചക്രങ്ങളെ കാര്യമാണ് പറഞ്ഞത്. ലോകത്ത് ഇന്നേ വരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ചക്രം എവിടെയാണ് കണ്ടെത്തിയുള്ളത്? നമ്മുടെ സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് എന്ന പട്ടണത്തിലെ ഒരു തടാകത്തിൻ്റെ അടുത്ത് നിന്ന് കണ്ടെത്തി. എത്ര വർഷം പഴക്കമുണ്ട്? 4500 വർഷം പഴക്കമുണ്ട്. അത് നമ്മൾ നേരെ മെസപ്പൊട്ടോമിയ കാര്യം പറഞ്ഞു. മെസപ്പൊട്ടോമിയ സംസ്കാരത്തിൽ അവർ 5000 വർഷങ്ങൾ മുമ്പ് ചക്രങ്ങൾ ഉപയോഗിച്ച് കരുതപ്പെടുന്നു. പിന്നെ മെസപ്പൊട്ടോമിയ എന്ന പേര് വന്നത് പറഞ്ഞു. 2 നദികൾക്കിടയിലുള്ള പ്രദേശമാണെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. നമ്മൾ ഗതാഗത മാർഗങ്ങളിലോട്ട് പോവുകയാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു അതൊക്കെയാണ്. നമുക്ക് റോഡ്, റെയിൽ, വ്യോമയാന ഗതാഗതങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ നൽകിയേക്കണം. കരഗതാഗതത്തിൽ എന്തൊക്കെയുണ്ട്? റോഡുണ്ട്, റെയിലുണ്ട്. ജലഗതാഗതത്തിൽ എങ്ങനെയുണ്ട്? നമ്മൾ കടൽ ഗതാഗതമില്ലേ, കപ്പലുകളും. പിന്നെന്തുണ്ട്? ഉൾനാടൻ ജലഗതാഗതം. എന്തൊക്കെയുണ്ട്? ഉൾനാടൻ ജലഗതാഗതം. അടുത്ത വ്യോമയാന ഗതാഗതം. വ്യോമയാന ഗതാഗതം എങ്ങനെയുണ്ട്? ദേശീയമുണ്ട്, അന്തർദേശീയമുണ്ട്. ഓക്കെ, ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്, നമുക്ക് അറിയാമെന്നുള്ളതാണ്. ഓക്കെ, അടുത്തിലോട്ടോ. ഇന്ന് ഈ കാണുന്ന റോഡ്, ഇന്ന് ഈ കാണുന്ന ആധുനിക രീതിയിലുള്ള റോഡിൻ്റെ വളർച്ച എങ്ങനെയെന്നാണ് സ്കൂൾ ടെസ്റ്റിൽ പറഞ്ഞേക്കുന്നത്. മക് ആദം റോഡുകൾ. 1820 1820
സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദം. ആരാണ്ട? JL മക് ആദം ആണ് ആധുനിക രീതിയിലുള്ള എന്താണ് റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. എന്താണ്? 1820 ഒരു സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനായ ആരാണ്? JL മക് ആദമാണ് ഇന്നത്തെ രീതിയിലുള്ള, അതായത് ഇന്നത്തെ ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. എന്തൊക്കെ ഉപയോഗിച്ചു? കരിങ്കൽ കഷ്ണങ്ങൾ എന്താണ്? കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകളാണ് എന്ത് റോഡുകൾ എന്നറിയപ്പെടുന്നത്? മക് ആദം റോഡുകൾ എന്ന് പിന്നീട് അറിയപ്പെട്ടു. ഓക്കെ, അപ്പോൾ എന്താണ് മക് ആദം റോഡുകൾ? എന്താണ്? 1820 സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനായ JL മക് ആദമാണ് ഇന്നത്തെ രീതിയിലുള്ള, അതായത് ഇന്നത്തെ ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. അദ്ദേഹം എന്താണ്? കരിങ്കൽ കഷ്ണങ്ങൾ കൊണ്ടാണ് റോഡ് നിർമ്മിച്ചത്. അന്നും എന്താണ്? ഇന്നത്തെ റോഡ് റോളറും അന്നും ഉപയോഗിച്ചു. ഓക്കെ, അടുത്ത നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയപാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖല ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാം, നമ്മുടെ രാജ്യത്ത് പഴയ സ്കൂൾ ഡ്രസ് ഉണ്ടായിരുന്നതാണ്, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എന്താണ്? ഗ്രാമീണ റോഡുകളാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എന്താണ്? ഗ്രാമീണ റോഡുകളാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്തുണ്ട്? ഗ്രാമീണ പാതകളുണ്ട്, സംസ്ഥാന പാതകളുണ്ട്, എന്താണ്? NH നാഷണൽ ഹൈവേസ് ഉണ്ട്, പിന്നെ എന്താണ്? എക്സ്പ്രസ് ഹൈവേകളുണ്ട്. ഓക്കെ, അങ്ങനെ ബൃഹത്തായ ഒരു ശൃംഖലയാണ് ഇന്ത്യയുടെ റോഡ് ശൃംഖല. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ട പോയിന്റ് എന്താണ്? ലോകത്തിലെ രണ്ടാമത്തെ വലിയ, അപ്പോൾ ഒന്നാമത്തെ ഏതാണ്? അമേരിക്ക തന്നെയാണ്. അപ്പോൾ എന്താണ്? ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖലയാണ് ഇന്ത്യയുടേത്. അപ്പോൾ ഒന്നാമത്തെ ഏതാണ്? അമേരിക്കയാണ്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക വളർച്ച ഉറപ്പുവരുത്തുന്നതിനും റോഡ് ഗതാഗതത്തിന് പ്രധാന പങ്കുണ്ട്. അതായത് ചരക്ക് ഗതാഗതം, അതായത് ചരക്കുകളുടെ നീക്കുപോക്കിനൊക്കെ എന്താണ്? റോഡ് ഗതാഗതം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് എന്താണ്? ദേശീയപാതകളുണ്ട്, എക്സ്പ്രസ് ഹൈവേ ഉണ്ട്, ഗ്രാമീണ പാതകളുണ്ട്, സംസ്ഥാന പാതകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയൊരു നെറ്റ്വർക്കാണ് നമ്മുടെ റോഡ് ശൃംഖല എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ലോകത്തിലെ തന്നെ എത്രാമത്തെയാണ്? രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖലയാണ് നമ്മുടെ ഇന്ത്യയത്. ഏറ്റവും വലുത് അമേരിക്ക. അപ്പോൾ നമ്മളിവിടെ എന്ത് പറഞ്ഞു? മക് ആദം റോഡുകളെ പറ്റി പറഞ്ഞു, പിന്നെന്താണ്? ഇന്ത്യയിലെ റോഡ് ശൃംഖലയെ പറ്റിയും പറഞ്ഞു. അടുത്ത എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഇന്ത്യയിലെ പ്രധാന ഹൈവേകളാണ്. ഇന്ത്യയിലെ പ്രധാന ഹൈവേകളാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ ഏതൊക്കെയാണ്? സുവർണ ചതുഷ്കോണം. ഒന്നെന്താണ്? സുവർണ ചതുഷ്കോണം. രണ്ടാമത്തെ എന്താണ്? വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. ഏതൊക്കെയാണ്? വടക്ക് തെക്ക്, അതായത് നമ്മുടെ ഇന്ത്യയുടെ വടക്കിനെ തെക്കിനെ ബന്ധിപ്പിക്കുന്ന ഇടനാഴി, കിഴക്കിനെ പടിഞ്ഞാറിനെ ബന്ധിപ്പിക്കുന്ന ഇടനാഴി. ഓക്കെ, എന്താണ് സുവർണ ചതുഷ്കോണം? ഇന്ത്യയിലെ പ്രധാന വ്യവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡ് ശൃംഖല പാതയാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ പ്രധാന കാർഷിക വ്യവസായ മേഖലയെ ബന്ധിപ്പിക്കുന്ന വലിയൊരു റോഡ് ശൃംഖലയാണ് എന്താണ്? സുവർണ ചതുഷ്കോണം. അപ്പോൾ ഇത് മൊത്തം 12 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എത്ര സംസ്ഥാനമാണ്? 12 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഏതൊക്കെ പ്രധാന നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഒന്ന് നമ്മുടെ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. അപ്പം 4 നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. ഏതൊക്കെയാണ്? 4 നഗരങ്ങൾ. ഏതൊക്കെയാണ്? ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ. ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ. ഓക്കെ, അടുത്ത് നമുക്ക് അങ്ങോട്ട് പോവാം. എന്താണ്? വടക്ക് തെക്ക് ഇടനാഴി, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. വടക്ക് തെക്ക് ഇടനാഴി എവിടെയാണ് ബന്ധിപ്പിക്കുന്നത്? വടക്ക് തെക്ക് അതാണ് ശ്രീനഗറിനെയും കന്യാകുമാരി. വടക്ക് തെക്ക് ഇടനാഴി ബന്ധിപ്പിക്കുന്ന എവിടെയാണ്? ശ്രീനഗറിനെയും കന്യാകുമാരിയും. അടുത്തേതാണ്? കിഴക്ക് പടിഞ്ഞാറ്. ഏതാണ്? കിഴക്ക് പടിഞ്ഞാറ്. ആരൊക്കെ ബന്ധിപ്പിക്കുന്നു? കിഴക്ക് പടിഞ്ഞാറാണ് സിൽച്ചാറിനെയും പോർബന്ദറിനെയും. ഏതാണ്ട? സിൽച്ചാറിനെയും പോർബന്ദറിനെയും. അവിടെ സിൽച്ചാർ എവിടെയാണ്ടാ? സിൽച്ചാർ ഏത് സംസ്ഥാനത്താണ്? സിൽച്ചാർ അസമിലാണ്. പോർബന്ദർ എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പം നമ്മൾ എന്താണ്? സുവർണ ചതുഷ്കോണം പറഞ്ഞു. സുവർണ ചതുഷ്കോണം ഏതൊക്കെ നഗരങ്ങളിലൂടെ കടന്നു വന്ന്? ഒന്ന് ഡൽഹിയിലൂടെ കടന്നു വന്നു, പിന്നെ ഏതാണ്? കൊൽക്കത്ത, പിന്നെ ചെന്നൈ, മുംബൈ എന്നീ 4 പ്രധാന നഗരങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. എത്ര സംസ്ഥാനങ്ങളാണ്? 12 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇത് കടന്നു പോകുന്ന 4 പ്രധാന നഗരങ്ങൾ നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ 2 ഇടനാഴി പറഞ്ഞു. ഏതൊക്കെയാണ്? വടക്ക് തെക്ക് ഇടനാഴി, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. വടക്ക് തെക്ക് ഇടനാഴി എന്ന് ബന്ധിപ്പിക്കുന്നു? ശ്രീനഗറിനെയും കന്യാകുമാരിയും ബന്ധിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്തിനെ ബന്ധിപ്പിക്കുന്നു? സിൽച്ചാറിനെയും പോർബന്ദറിനെ ബന്ധിപ്പിക്കുന്നു. സിൽച്ചാർ എവിടെയുണ്ട? അസമിലാണ്. പോർബന്ദർ എവിടെയുണ്ട? അത് ഗുജറാത്തിലാണ്. ഓക്കെ, അതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ എന്താ റോഡ് ഗതാഗതത്തെ പറ്റി പറഞ്ഞു. അടുത്ത് നമ്മൾ പറയുമ്പോൾ എന്താണ്? റെയിൽ ഗതാഗതത്തെ പറ്റിയാണ് പറഞ്ഞത്. റെയിൽ ഗതാഗതം. ഓക്കെ, കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണിത്. കരയിലെ ഏറ്റവും വലിയ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം. ബ്രിട്ടനിലാണ് റെയിൽ ഗതാഗതം ആരംഭിച്ചത്. അപ്പോൾ എവിടെയാണ് റെയിൽ ഗതാഗതം ആരംഭിച്ചത്? ബ്രിട്ടനിലാണ് റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. എന്നിട്ട് ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. എന്നാണ്? 1825. വർഷം കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. 1825 ആരാണ്? ജോർജ് സ്റ്റീവൻസൺ. ആരാണ്? ജോർജ് സ്റ്റീവൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി നിർമ്മിച്ചു.
അപ്പോൾ എന്താണ്, ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ് എന്തിലോട്ട് വന്നത്, ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ് സ്റ്റീവൻസൺ ആണ് എന്താണ് കണ്ടുപിടിച്ചു, ബ്രിട്ടനിൽ ആദ്യ ലോക്കോമോട്ടീവ് തീവണ്ടി കണ്ടുപിടിച്ചു. അപ്പോൾ 1825 ജോർജ് സ്റ്റീവൻസൺ ആണ് ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് എന്താണ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത്. ഈ ലോക്കോമോട്ടീവ് തീവണ്ടി പ്രവർത്തിപ്പിക്കാൻ അവർ ഉപയോഗിച്ചിരുന്ന ഇന്ധനം എന്താണ്, അത് കൽക്കരിയാണ്. എന്താണ്ടാ, അത് കൽക്കരിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് റെയിൽ ഗതാഗതത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് എന്താണ് ലോക്കോമോട്ടീവ് എഞ്ചിൻ എന്നൊരു ഇതിലോട്ട് വന്നത്. അത് എന്താണ് 1825 ആരാണ്, ജോർജ് സ്റ്റീവൻസൺ ആണ്. ആരാണ്ട, ജോർജ് സ്റ്റീവൻസൺ ആണ്. ഓക്കെ, അതിലുപയോഗിച്ചിരുന്ന ഇന്ധനം ഏതാണ്, കൽക്കരിയാണ്. അപ്പോൾ വർഷം നിങ്ങൾ ഓർക്കണം, 1825. ആരാണ് കണ്ടെത്തിയത്, ജോർജ് സ്റ്റീവൻസൺ ആണ്. എന്ത് കണ്ടെത്തി, ഇന്നത്തെ രീതിയിലുള്ള ലോക്കോമോട്ടീവ് തീവണ്ടി, അതായത് ലോക്കോമോട്ടീവ് തീവണ്ടി കണ്ടെത്തിയ ആരാണ്ട, ജോർജ് സ്റ്റീവൻസൺ. എന്നാണ്ട 1825. ഓക്കെ, അടുത്ത 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ക്ഡൺ, ഡാർലിംഗ്ടൺ, ഏതൊക്കെ നഗരങ്ങളാണ്, സ്റ്റോക്ക്ഡനും ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്, ജോർജ് സ്റ്റീവൻസൺ 1825 എന്താണ് ലോക്കോമോട്ടീവ് എഞ്ചിനാണ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. അടുത്ത എന്താണ്, റെയിൽ പാത, ആദ്യത്തെ റെയിൽ പാത എവിടെയെന്നാണ് പറയുന്നത്, അത് എവിടെയാണ്, ബ്രിട്ടനിൽ തന്നെയാണ്. വർഷം എന്താണ്, അതും സെയിം തന്നെയാണ്, 1825. ഇംഗ്ലണ്ടിലെ 2 നഗരങ്ങളാണ്, ഒന്നെന്താണ് സ്റ്റോക്ക്ഡണും രണ്ടാമത്തെ എന്താണ് ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ ആദ്യത്തെ റെയിൽ പാത നിർമ്മിച്ചു. ഓക്കെ, അവിടെ എന്താണ് ജോർജ് സ്റ്റീവൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ലോക്കോമോട്ടീവ് എഞ്ചിന് ഒരു പേര് നൽകി. എന്താണ്, അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് നൽകിയത്. എന്താണ്, സ്റ്റീഫൻസൺ റോക്കറ്റ്. എന്താണ്, സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ട് ലോകത്തിലെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു, ലോക്കോമോട്ടീവ് എഞ്ചിൻ പറഞ്ഞു ആരാണ്, ജോർജ് സ്റ്റീവൻസൺ എന്ന് കണ്ടെത്തി, 1825 കണ്ടെത്തി. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇത് കണ്ടുപിടിച്ച് ഇത് ഓടാൻ ഒരു പാത വേണ്ടേ, അതും അവർ എവിടെ തന്നെയാണ്, ബ്രിട്ടനിൽ തന്നെയാണ് നിർമ്മിച്ചത്. ഏത് നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ്, ഏതൊക്കെയാണ്, സ്റ്റോക്ക്ഡണും ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ലോകത്തിൽ ആദ്യത്തെ റെയിൽ പാത വന്നത്. വർഷവും സെയിം തന്നെയാണ്. എന്നാണ് 1825. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത നമ്മൾ ലോകത്തിലെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ആരായിരിക്കും കൊണ്ടുവന്ന റെയിൽ ഗതാഗതം, ആരാണ്, ബ്രിട്ടീഷുകാർ തന്നെയാണ്. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അതായത് എന്താണ്, അവർക്ക് ഇവിടെ നിന്ന് അസംസ്കൃത വസ്തുക്കൾ അവരുടെ തന്നെ വ്യവസായശാലകളിൽ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ടാണ് എന്താണ് അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്താണ് റെയിൽ ഗതാഗതം അവർ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത്. ഓക്കെ, ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഇന്ത്യയിലുള്ള അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോയാണ് അവരെ നാട്ടിൽ പോയിട്ടാണ് അവരുടെ വ്യവസായശാലകളിൽ നിർമ്മിച്ച് ഇവിടെ കൊണ്ട് വില കൂട്ടി വിൽക്കുകയാണ് അവർ ചെയ്തിരുന്ന ഒരു പരിപാടി. ഓക്കെ, അപ്പോൾ ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിൽ എത്തിക്കാൻ, അപ്പോൾ അവരെന്താണ് കടൽ മാർഗമാണ് ഇന്ത്യയിൽ നിന്ന് ഈ അസംസ്കൃത വസ്തുക്കൾ എന്താണ് അവരെ നാട്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഈ തുറമുഖങ്ങളിൽ എത്തിക്കണ്ടേ, തുറമുഖങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് എന്താണ് അവർ ഇന്ത്യയിൽ എന്താണ് റെയിൽ ഗതാഗതം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു അന്നത്തെ കൊണ്ടുവന്ന എന്താണ് ബോംബെ ടു താനെ ആദ്യത്തെ റെയിൽ പാത ഇന്ത്യയിൽ കൊണ്ടുവന്നത്, അതിന് ഒരു പിക്ചറാണ് കൊടുത്തേക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത എവിടെയാണ്, ബോംബെ മുതൽ താനെ വരെയാണ്. ഓക്കെ, എന്നാണ് 1853. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ ആദ്യ റെയിൽ പാത കൊണ്ടുവന്ന ഏതൊക്കെ നഗരങ്ങളെ ബന്ധിപ്പിക്കാനാണ്, ബോംബെയും താനെയും ബന്ധിപ്പിക്കാൻ. വർഷം എന്നാണ് 1853. എന്നാണ്ട 1853. അപ്പോൾ അടുത്തെന്താണ് കേരളത്തിലാണ്. കേരളത്തിൽ എന്നാണ്ട 1861. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത് 1853. ബോംബെയും താനെയും ബന്ധിപ്പിച്ചു. അപ്പോൾ കേരളത്തിൽ എന്നാണ് 1861. അതെവിടെ ബന്ധിപ്പിച്ചു, ബേപ്പൂരും തിരൂരും. ഓക്കെ, അപ്പോൾ നമ്മൾ റെയിൽ ഗതാഗതം എന്ത് പഠിച്ചു, ലോകത്താദ്യമേ റെയിൽ ഗതാഗതം പാത പഠിച്ചു. എവിടെയാണ്, ബ്രിട്ടനിൽ തന്നെയാണ്. ഏതൊക്കെയാണ്, ഡാർലിംഗ്ടൺ, സ്റ്റോക്ക്ഡൺ എന്ന 2 നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് 1825 കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു, ജോർജ് സ്റ്റീവൻസൺ എന്നാണ് അദ്ദേഹം കണ്ടെത്തിയ ലോക്കോമോട്ടീവ് എഞ്ചിൻ കണ്ടെത്തി അത് ഓട്ടിക്കാനുള്ളൊരു പാത അവരവിടെ തന്നെയാണ് എന്താണ് നിർമ്മിച്ചത്. ഓക്കെ, ആ ലോക്കോമോട്ടീവ് എഞ്ചിന് പേര് നൽകി. എന്താണ്, അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് നൽകിയത്. എന്താണ്, സ്റ്റീവൻസൺ റോക്കറ്റ്. ഓക്കെ, അടുത്ത ഇന്ത്യയിലെ കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമേ എവിടെയാണ്, 1853 എവിടെ ബന്ധിപ്പിച്ചു, ബോംബെയും താനെയും ബന്ധിപ്പിച്ചു. കേരളത്തിൽ എന്താണ് 1861 എന്താണ് തിരൂര് തൊട്ട് ബേപ്പൂർ വരെ. ഓക്കെ, തിരൂര് തൊട്ട് ബേപ്പൂർ വരെ ബന്ധിപ്പിച്ചു. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. ദൈനംദിന യാത്രയ്ക്കും ചരക്കു നീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായി ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽവേ. വളരെ വിപുലമായ ശൃംഖലയാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്.
ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. ഓക്കെ, നമ്മൾ നേരത്തെ റോഡ് ഗതാഗതത്തിൻ്റെ കാര്യം പറഞ്ഞു. ലോകത്ത് ഒന്നാമത് ഏതാണ് റോഡ് ശൃംഖലയിൽ? അത് അമേരിക്കയാണ്. രണ്ടാമത് നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾ മെട്രോ റെയിൽ സംവിധാനം. അപ്പോൾ റോഡ് റെയിലിലെ മറ്റൊരു സംവിധാനം എന്താണ്? മെട്രോ റെയിൽ സംവിധാനം. ഈ മെട്രോ റെയിൽ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് എന്താണ്? മലിനീകരണം കുറവാണ്. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എന്താണ്? മെട്രോയ്ക്ക് എന്താണ്? റെയിൽ ഗതാഗതത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ട്രെയിനേക്കാളും മെട്രോ റെയിൽ എന്താണ്? മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം വളരെ കുറവാണ്. അപ്പോൾ എന്താണ് മെട്രോ റെയിൽ? വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. അപ്പോൾ എന്താണ്? വലിയ വലിയ നഗരങ്ങളിൽ എന്താണ് ട്രാഫിക്കുകൾ കുറയ്ക്കുന്നതിനും എന്താണ് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ആ നഗരങ്ങളിൽ അന്തരീക്ഷ മലിനം കുറയ്ക്കുന്നതിനും എന്താണ് കൂടുതൽ യാത്രാ സൗകര്യത്തിനും വേണ്ടിയാണ് എന്താണ് മെട്രോ റെയിൽ നമ്മുടെ രാജ്യത്ത് പല വലിയ നഗരങ്ങളിലുള്ളത്. ഓക്കെ, എവിടെയൊക്കെയാണ്? കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, നമ്മുടെ കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെല്ലാം എന്താണ് മെട്രോ റെയിൽ സംവിധാനമുണ്ട്. അപ്പോൾ മെട്രോ റെയിൽ സംവിധാനത്തിൻ്റെ ഉപയോഗം എന്താണ്? വൻ നഗരങ്ങളിൽ കൊണ്ടുവന്ന എന്തിനാണ്? ഒന്നെന്താണ്? അവിടുത്തെ ട്രാഫിക് ക്ലേശം ലഘൂകരിക്കുക. പിന്നെന്താണ്? അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക. ഇന്ത്യയിലെ പ്രധാന വൻ നഗരങ്ങളിലെല്ലാം എന്താണ് മെട്രോ റെയിൽ നിലവിലുണ്ട്. അത് നമ്മുടെ കൊച്ചിയിലും ഉണ്ട്. ഓക്കെ, അടുത്ത റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകളാണ്. എന്തൊക്കെയാണ്? കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും, ചിലവ് കുറവാണ്, പിന്നെ എന്താണ്? കൂടുതൽ ചരക്ക് നീക്കത്തിന് സാധിക്കുന്നു. എന്താണ്? കൂടുതൽ ചരക്ക് നീക്കത്തിന് സാധിക്കുന്നു. അതുവഴി എന്താണ്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്താണ്? വളർച്ചയ്ക്കും സഹായിക്കുന്നു. അപ്പോൾ എന്താണ്? റെയിൽ ഗതാഗതത്തിൽ എന്താണ്? കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെന്താണ്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്താണ്? ചരക്ക് നീക്കം വഴി ധാരാളം ചരക്ക് നീക്കം എന്താണ്? നമുക്ക് ഇതുവഴി നടത്തിയ വഴി എന്താണ്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും റെയിൽ ഗതാഗതം സഹായിക്കുന്നു. ഓക്കെ, അടുത്ത നമ്മൾ ജലഗതാഗതത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ കുറച്ച് പിക്ചറുകളുണ്ട്. ഇതിലെന്താണ് ഇതാ കൊടുത്തിരിക്കുന്നതാണ്. ഇത് സമുദ്രക്കടൽ ജലഗതാഗതമാണ്. ഇതാ ഈ കാണുന്നതൊക്കെ എന്താണ്? ഉൾനാടൻ ജലഗതാഗതമാണ്. നമ്മുടെ ആലപ്പുഴയിലുള്ള ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അടുത്ത പറയുന്ന മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിനെ പറ്റിയാണ് വീണ്ടും പറയുന്നത്. മെസപ്പൊട്ടോമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അവരും വ്യാപാര രംഗത്ത് കപ്പലുകൾ ഉപയോഗിച്ചിരുന്നു. തുഴകളാലും കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ട് പോകുന്ന വിവിധ വലിപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരിക്കുന്നു. ചരക്കു നീക്കത്തിനും സഞ്ചാരത്തിനുമാണ് ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ മെസപ്പൊട്ടോമിയൻ ജനത അവർ സഞ്ചാരത്തിനും പിന്നെ അവരുടെ ചരക്കു നീക്കത്തിനും അവർ കപ്പലുകൾ ഉപയോഗിച്ചിരുന്നു. ഇവിടെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. നമ്മുടെ ഗുജറാത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു കപ്പലിൻ്റെ കാര്യമാണ് പറയുന്നത്. സിന്ധു നദിയുടെ സംസ്കാരം സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോഥലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഗുജറാത്തിലെ ലോഥലിൽ സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി പഴയ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ലോഥലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടോമിയൻ മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലോഥലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും നമ്മുടെ ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടോമിയൻ മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നു എന്നൊരു തെളിവാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നു എന്നൊരു തെളിവാണ് നമുക്ക് ഗുജറാത്തിലെ ലോഥലിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ മെസപ്പൊട്ടോമിയക്കാർ അവർ യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും എല്ലാം കപ്പലുകൾ ഉപയോഗിച്ചിരുന്നു. ഇതിനുള്ള തെളിവുകൾ അവിടെ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഉദാഹരണം നമ്മുടെ ഗുജറാത്തിലെ ലോഥലിൽ നിന്ന് കണ്ടെത്തിയ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളും അതിനൊരു തെളിവാണ്. അതായത് അന്നത്തെ കാലത്തുള്ളവർ അവർ ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ്. ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതം, സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. നമ്മൾ നേരത്തെ ആദ്യത്തെ ഫ്ലോ ചാർട്ടിൽ പറഞ്ഞു നമ്മുടെ ജലഗതാഗതത്തെ സമുദ്ര കടൽ ജലഗതാഗതം എന്നും പിന്നെന്താണ് ഉൾനാടൻ ജലഗതാഗതം എന്ന് രണ്ടായി തിരിക്കാം. ഓക്കെ, റെയിൽവേയുടെ കടന്നു വരുന്നതിന് മുമ്പ് നമ്മുടെ റെയിൽവേ സംവിധാനം കടന്നു വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ജലഗതാഗതമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. അപ്പോൾ നമ്മുടെ റെയിൽവേ 1853 ബ്രിട്ടീഷുകാർ നമ്മളിവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മുടെ പ്രധാന ഒരു ഗതാഗത മാർഗ്ഗം വരുന്നത് ഉൾനാടൻ ജലഗതാഗതം. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം കൂടുതൽ പുരോഗതി പ്രാപിച്ചത്. അപ്പോൾ നദികളും കായലുകളും കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം കൂടുതൽ വ്യാപിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മളത് നോക്കി. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗതം നമ്മൾ നേരത്തെ പിക്ചറിൽ 2 പിക്ചറുണ്ട്, ആലപ്പുഴയിൽ 2 പിക്ചറുണ്ട്. അതായത് കേരളത്തിലുള്ള ഉൾനാടൻ ജലഗതാഗത കാര്യത്തെയാണ് പറയുന്നത്. ഓക്കെ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3. അപ്പോൾ ദേശീയ ജലപാത നമ്പർ 3 എവിടെയാണ് ബന്ധിപ്പിക്കുന്നത്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. അടുത്തെന്താണ്? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉൾനാടൻ ജലഗതാഗത പാതകൾ. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട
ഉൾനാടൻ ജലഗതാഗത പാതകളാണ് ഇവിടെ പറയുന്നത്. ഒന്നെന്താണ് NW3. NW3 എവിടെ ബന്ധിപ്പിക്കുന്നത്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. NW3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. അടുത്ത നമ്മൾ പറഞ്ഞത് എന്താണ്? കനോലി കനാൽ. എന്താണ്ട കനോലി കനാൽ. അതിവിടെ ബന്ധിപ്പിക്കുന്നു കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വഴി. അപ്പോൾ എന്താണ് കനോലി കനാൽ ബന്ധിപ്പിക്കുന്നത് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വഴിയാണ്. ഓക്കെ, അടുത്തെന്താണ് പറയുന്നത്? പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകളാണ്. റെയിൽ സംവിധാനം ശക്തിപ്പെടുത്തുന്നത് വരെ ചരക്കു നീക്കത്തിന് പ്രധാനമായി ഈ ജലപാതകളാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത്. ഓക്കെ, ഇന്ന് ഉൾനാടൻ ജലഗതാഗത പാതകൾ എന്താണ്? വിനോദസഞ്ചാരികളെ ആശ്രയിക്കാനാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ 2 പ്രധാന ഉൾനാടൻ ജലഗതാഗത പാതയാണ് നമ്മൾ പറഞ്ഞത്. ഒന്നെന്താണ്? NW3. ഏതാണ്ട NW3 എവിടെ ബന്ധിപ്പിക്കുന്നത്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു കനോലി കനാൽ. അതെവിടെയാണ്? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ. ഓക്കെ, അന്നത്തെ കാലത്ത് എന്താണ് ഈ ഉൾനാടൻ ജലഗതാഗതം കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത്? അതായത് എന്താണ്? റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ്, അതായത് റെയിൽവേ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ കൂടുതലായിട്ട് ആശ്രയിച്ചത് എന്താണ്? ഉൾനാടൻ ജലഗതാഗതത്തെയാണ്. ഓക്കെ, എന്നാൽ ഇന്ന് എന്താണ് ഉപയോഗിക്കുന്നത്? ഉൾനാടൻ ജലഗതാഗത പാതകൾ ഇന്ന് നമ്മൾ എന്താണ് വിനോദസഞ്ചാരത്തിന്, നമ്മുടെ ടൂറിസം മേഖലയ്ക്കാണ് കൂടുതലായി നമ്മൾ എന്താണ് ഈ ഉൾനാടൻ ജലഗതാഗത പാതകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ ബന്ധിപ്പിക്കുന്ന കനോലി കനാൽ. കൊല്ലം എവിടെയാണ്ടാ? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ ബന്ധിപ്പിക്കുന്ന കനോലി കനാലിൻ്റെ ചരിത്രമാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണാം ആ പേര് എവിടെ നിന്ന് വന്നത്. എന്താണ്ട മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി എന്നാണ് 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗമെന്ന ആശയം മുന്നോട്ട് വെച്ചു. അപ്പോൾ എന്താണ് കനോലി കനാൽ ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ്. അന്നത്തെ മലബാർ കളക്ടറായിരുന്ന HV കനോലിയാണ് ഈ ഒരു ആശയം കൊണ്ടുവന്നത്. ആ വർഷം എന്നാണ്ട 1845. എന്നാണ്ട് 1845. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. പിന്നെന്താണ്? അതായത് ഇത് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ എന്ന ആശയം അദ്ദേഹം കൊണ്ടുവന്നു. പിന്നീട് എന്താണ് ഇതിനെ കുറച്ചും കൂടെ വലുതാക്കി. എവിടെയൊക്കെ? പൊന്നാനി പിന്നെ ചാവക്കാട് ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തി. എന്താണ്ട പിന്നീട് പൊന്നാനിയും ചാവക്കാട് ഭാഗങ്ങളും കൂടി ഈ കനാലിൻ്റെ കൂടെ ഉൾപ്പെടുത്തി. ഓക്കെ, പിന്നീട് എന്താണ് ആ പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ആ കനാൽ അറിയപ്പെട്ടത്, കനോലി കനാൽ. അപ്പോൾ വർഷം എന്നാണ്ട് 1845. എവിടെയൊക്കെ ഉണ്ടാ ബന്ധിപ്പിക്കുന്നത്? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ. ഈ കനാലിൻ്റെ ആശയത്തിന് പിന്നിൽ ആരാണ്ട? അത് മലബാർ കളക്ടറായിരുന്ന HV കനോലിയാണ്. ഓക്കെ, അവിടെ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലുള്ള പാർവതി പുത്തനാറിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിലെ 2 കായലുകളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഏതൊക്കെയാണ്? വേളിയും കഠിനംകുളം. അപ്പോൾ പാർവതി പുത്തനാർ ഏത് ജില്ല? തിരുവനന്തപുരത്തെ ഏതൊക്കെ കായലുകളെ നമ്മൾ ബന്ധിപ്പിക്കുന്നു? വേളിയെയും കഠിനംകുളത്തെ. ഓക്കെ, അപ്പോൾ എന്താണ്? തിരുവനന്തപുരം ജില്ലയിലെ വേളി, കഠിനംകുളം എന്നീ കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? കനോലി കനാലിനെ പറ്റി പറഞ്ഞു, പിന്നെ പാർവതി പുത്തനാറിനെ പറ്റിയും പറഞ്ഞു. ഓക്കെ, അപ്പോൾ പാർവതി പുത്തനാർ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ല. ഏതൊക്കെ കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? വേളിയെയും കഠിനംകുളത്തെ. ഓക്കെ, അവിടെ നമ്മൾ റോഡ് ഗതാഗതത്തെ പറ്റി പറഞ്ഞു, റെയിൽ ഗതാഗതത്തെ പറ്റി പറഞ്ഞു. അടുത്ത വ്യോമയാനം. ഓക്കെ, അപ്പോൾ വ്യോമയാന ഗതാഗതത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞേക്കണേ? ഇവിടെ 2 പേരെ പേര് നടക്കിയിട്ടുണ്ട്. എന്താണ്? ഓർവിൽ റൈറ്റും വിൽവർ റൈറ്റും. നമുക്ക് റൈറ്റ് നിൽക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ് റൈറ്റ് സഹോദരന്മാരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റും വിൽവർ റൈറ്റ് എന്ന സഹോദരങ്ങളാണ്. അപ്പോൾ ഇവരാണ് എന്താണ് റൈറ്റ് സഹോദരന്മാരെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ രീതിയിലുള്ള വിമാനത്തിൻ്റെ ആദ്യ രൂപം കണ്ടെത്തിയ ആരാണ്? ഈ റൈറ്റ് സഹോദരന്മാർ. അവരുടെ മുഴുവൻ പേരെന്താണ്? ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും. ഓക്കെ, അപ്പോൾ ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേരുണ്ട് ഫ്ലയർ 1 ആണ്. അപ്പോൾ ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേരെന്താണ്? ഫ്ലയർ 1 ആണ്. എവിടെയുണ്ട്? അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്നും 1903 ഡിസംബർ 13 ഈ ഫ്ലയർ 1 പറന്നുയർന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാലത്ത് കാണപ്പെടുന്നത്, ഇന്ന് നമ്മൾ കാണുന്ന വിമാനത്തിൻ്റെ ആദ്യ രൂപം കണ്ടെത്തിയാരാണ്? റൈറ്റ് സഹോദരന്മാരാണ്. അവരെ പേരെന്താണ്? ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും. അവർ നിർമ്മിച്ച വിമാനത്തിനൊരു പേര് നൽകി. അവരെന്താണ്? ഫ്ലയർ 1 ആണ്. അത് എന്നാണ് പറന്നുയർന്നത്? 1903 ഡിസംബർ 17. എവിടെ നിന്നാണ്? അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന്. എവിടെയുണ്ട? അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്നാണ് ഇത് പറന്നുയർന്നത്. ഓക്കെ, അടുത്ത ഇന്ത്യയിലെ വ്യോമഗതാഗതം. അപ്പോൾ നമ്മൾ ലോകത്തിലെ കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ എങ്ങനെയാണ് വ്യോമഗതാഗതം കൊണ്ടുവന്നത്? ഓക്കെ, പറയാം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചു. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ എന്താണ് വ്യോമഗതാഗതം ആരംഭിച്ചത്. എന്താണ്? 1911 അലഹാബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള
നൈനിയിലേക്ക് എവിടെയുണ്ട നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെ ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ എന്നാണ് വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്? 1911 അലഹാബാദിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനി എന്ന പ്രദേശത്തേക്ക് എന്താണ് കത്തുകൾ കൊണ്ടുപോകാനാണ് ആദ്യമായി ഇന്ത്യയിൽ വ്യോമഗതാഗതം ഉപയോഗിച്ചത്. ഓക്കെ, 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യ അന്താരാഷ്ട്ര വിമാനം എവിടെ നിന്ന് തുടങ്ങി? ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്ക്, അവിടെ നിന്ന് ഡൽഹിയിലേക്കും തുടങ്ങി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ഇന്ത്യക്കകത്ത കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ടുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിനെ പറ്റിയാണ് പറയുന്നത്. അതെന്നാണ്ട തൊട്ടടുത്ത വർഷം 1912 എവിടെയാണ് ഇന്ത്യയിൽ നിന്നും തിരിച്ചുമുള്ള എന്താണ് ഇന്ത്യയിൽ നിന്ന് ലണ്ടനിൽ നിന്നും, പിന്നെ ലണ്ടനിൽ നിന്ന് കറാച്ചിയിൽ നിന്ന് വീണ്ടും ഇന്ത്യ. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് അന്താരാഷ്ട്ര വിമാനയാത്ര എന്ന് പറയുന്നത്. അതെന്താണ് 1912. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് വാണിജ്യ വിമാന കമ്പനി ഏതാണ്? ടാറ്റ എയർലൈൻസ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ്. എന്നാണ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് അവർ നടത്തി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 ഇവിടെ കറാച്ചി മുതൽ മുംബൈ വരെ അവരുടെ ആദ്യ സർവീസ് അവർ നടത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ഒന്നും കൂടെ പറയാം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി വ്യോമഗതാഗതം ആരംഭിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലൂടെയാണ്. ഓക്കെ, എന്നാണ് 1911 അലഹാബാദിനടുത്തുള്ള നൈനി എന്ന പ്രദേശത്തേക്ക് കത്തുകൾ കൊണ്ടുപോകാനാണ് ആദ്യമായി ഇന്ത്യയിൽ വ്യോമഗതാഗതം ഉപയോഗിച്ചത്. ഓക്കെ, എന്നാൽ ഇന്ത്യയിലുള്ള എന്താണ് ആദ്യത്തെ അന്താരാഷ്ട്ര ഫ്ലൈറ്റ് എന്നാണ്? അത് തൊട്ടടുത്ത വർഷം 1912 എവിടം തൊട്ട് എവിടം വരെയാണ് അത് വന്നതാണ്. അത് 1912 എവിടെ നിന്നാണ് വന്നത്? അത് നമ്മളെ ഡൽഹിയെ ബന്ധിപ്പിച്ചത്. അതായത് ഡൽഹി, ലണ്ടൻ, കറാച്ചി, വീണ്ടും ഡൽഹി. അതായത് ഡൽഹിയിൽ നിന്ന് ലണ്ടനിലോട്ടും, ലണ്ടനിൽ നിന്ന് കറാച്ചിയും, പിന്നെ വീണ്ടും ഡൽഹിയിലോട്ടും. ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാന സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മളെന്ന് പറഞ്ഞാൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഈ വ്യോമഗതാഗതത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ആദ്യ വിമാനയാത്ര എന്നായിരുന്നു? അത് 1932 അത് 1932 അത് ആരാണ് കൊണ്ടുവന്നത്? ടാറ്റ എയർലൈൻസ് ആണ്. ടാറ്റ എയർലൈൻസ് ആണ്. അവരെവിടെയൊക്കെ ബന്ധിപ്പിച്ചു? നമ്മുടെ കറാച്ചിയെ മുംബൈ വരെ, അതായത് കറാച്ചി മുതൽ മുംബൈ വരെ. അപ്പോൾ നമ്മൾ വ്യോമഗതാഗതം നമ്മൾ പറഞ്ഞു. ലോകത്ത് നമ്മൾ റൈറ്റ് സഹോദരന്മാർ ഫ്ലയർ 1 എന്നാണ് 1903 ഡിസംബർ 17 കൊണ്ടുവന്ന കാര്യം പറഞ്ഞു. പിന്നെ ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ച കാര്യങ്ങളും പറഞ്ഞു. ആദ്യത്തെ വിമാനയാത്രയും പറഞ്ഞു. ആദ്യത്തെ അന്താരാഷ്ട്ര ഫ്ലൈറ്റിൻ്റെ കാര്യവും പറഞ്ഞു. പിന്നെ ടാറ്റ എയർലൈൻസിനെ പറ്റിയും പറഞ്ഞു. ഓക്കെ, അടുത്ത എഴുത്ത് വിദ്യയുടെ കാര്യങ്ങളും പറയുന്നു. അപ്പോൾ നമ്മൾ 3 ഗതാഗത മാർഗ്ഗങ്ങൾ പറഞ്ഞു. റോഡ് ഗതാഗതം പറഞ്ഞു, വ്യോമ ഗതാഗതം പറഞ്ഞു, റെയിൽ ഗതാഗതം പറഞ്ഞു. അടുത്ത എഴുത്തുവിദ്യയാണ് പറഞ്ഞത്. എഴുത്തുവിദ്യ ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത്. അപ്പോൾ ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത്. ഓക്കെ, സുമേറിയക്കാരാണ് ആദ്യ എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. സുമേറിയക്കാരാണ് ആദ്യത്തെ എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. ക്യൂണിഫോം എന്ന പേരിൽ ഈ ലിപി അറിയപ്പെട്ടു. അപ്പോൾ സുമേറിയക്കാരാണ് ആദ്യം എഴുത്തുവിദ്യ കൊണ്ടുവന്നത്. അത് അറിയപ്പെടുന്നത് എന്താണ്? ക്യൂണിഫോം. ക്യൂണിഫോം എന്ന് അറിയപ്പെടുന്നത്. ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. കളിമൺ ഫലകങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. ആദ്യ എഴുത്തുവിദ്യ കൊണ്ടുവന്ന ആരാണ്? അതാരാണ്? സുമേറിയക്കാരാണ്. ഓക്കെ, അതിൻ്റെ പേരെന്താണ്? ക്യൂണിഫോം. ഓക്കെ, അത് എന്തിലാണ് അവർ എഴുതിയിരുന്നത്? കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. അടുത്ത ഈജിപ്തുകാരൊരു ലിപി കൊണ്ടുവന്നു. ഈജിപ്തുകാർ കൊണ്ടുവന്ന ലിപിയുടെ പേരെന്താണ്? അതിൻ്റെ പേരാണ് ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. നമ്മുടെ മനുഷ്യർ എഴുത്തുവിദ്യ വികസിപ്പിച്ചത്? അത് 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. ആരാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്? സുമേറിയക്കാരാണ്. അവർ കൊണ്ടുവന്ന ലിപിയെ പറയുന്ന പേരെന്താണ്? അതിൻ്റെ പേരെന്താണ്? ക്യൂണിഫോം എന്ന്. ക്യൂണിഫോം. അടുത്ത ഈജിപ്തുകാർ കൊണ്ടുവന്ന ഒരു ലിപിയുണ്ട്. അതാണ് ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ്. ഓക്കെ, അപ്പോൾ അത് കിട്ടിയല്ലോ. അടുത്തിലോട്ട് പോവാം. കുറച്ച് നമ്മൾ അന്ന് പണ്ട് കാലത്ത് നമ്മൾ ഓരോ എഴുത്തുവിദ്യ വികസിപ്പിച്ചെന്ന് അറിഞ്ഞില്ലേ? അവർ ഓരോന്നിലും എഴുതിയിരുന്ന, നമ്മൾ ഇന്നൊക്കെയാണ് നമ്മൾ പേപ്പറിലും ബുക്കിലൊക്കെ എഴുതുന്നത്. അന്ന് അവർ എന്തെല്ലാം എഴുതിയെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം അവർ ആദ്യം ചിത്രം കൊടുക്കുന്നത് ശിലകളിലാണ്. ശിലകളിൽ അവർ എഴുതുന്നത് കൂർത്ത കല്ലുകൾ കൊണ്ടാണ്. അപ്പോൾ ശിലകളിൽ അന്ന് എഴുതിയിരുന്നത് അവരുടെ ഭാഷ എഴുതിയിരുന്നത് കൂർത്ത കല്ലുകൾ കൊണ്ടാണ്. അടുത്ത അത് ചെമ്പ് തകിടിൻ്റെ പടം തന്നെ. ചെമ്പ് തകിട് അത് ലോഹ എഴുത്താണി കൊണ്ടാണ് എഴുതിയിരുന്നത്. ഓക്കെ, അപ്പോൾ ശിലകളിൽ അവർ കൂർത്ത കല്ലുകൊണ്ട് എഴുതിയിരുന്നു. എന്നാൽ ചെമ്പ് തകിടിൽ അവരെന്തുകൊണ്ട് എഴുതിയിരുന്നു? ലോഹ എഴുത്താണി കൊണ്ട്. ലോഹ എഴുത്താണി കൊണ്ട്. ഓക്കെ, അടുത്ത താളിയോലയിൽ അവരെന്താണ് എഴുതിയിരുന്നത്? അത് എഴുത്താണി അല്ലെങ്കിൽ നാരായം. എഴുത്താണി അഥവാ നാരായം. ഓക്കെ, അപ്പോൾ അവർ അന്ന് എഴുതിയിരുന്നത്, ഇന്ന് കാലത്ത് നമ്മൾ ബുക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ അന്ന് അവരെന്താണ് ശിലകളിലും പിന്നെ താളിയോലകളിലും ചെമ്പ് തകിടിലുമാണ് എഴുതിയിരുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ എഴുത്തുവിദ്യയുടെ കാര്യം പറഞ്ഞതാണ് 5000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ മനുഷ്യർ എന്താണ് എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. സുമേറിയക്കാരെന്തോ ക്യൂണിഫോം കൊണ്ടുവന്നു, ഈജിപ്തുകാരെന്ത് കൊണ്ടുവന്നു, ഹൈറോഗ്ലിഫിക്സും കൊണ്ടുവന്നു. ഓക്കെ, അടുത്തെന്താണ് അച്ചടി സാങ്കേതികവിദ്യ. അച്ചടി സാങ്കേതികവിദ്യ വികസിപ്പിച്ചാണ്ട ചൈനക്കാരാണ്. അച്ചടി സാങ്കേതികവിദ്യ വികസിപ്പിച്ചത് ചൈനക്കാരാണ്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ എന്താണ് മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരനെ ഗുട്ടൻബർഗാണ് എന്താണ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചിരുന്നു. പിന്നെ ജർമ്മൻകാരനെ ഗുട്ടൻബർഗാണ് എന്താണ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രങ്ങൾ കണ്ടുപിടിച്ചത്. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ചടി യന്ത്രങ്ങൾ വികസിപ്പിച്ചാരാണ്? ചൈനക്കാരാണ്. അന്ന് ഉപയോഗിച്ചെന്താണ് മരക്കട്ടകൾ ഉപയോഗിച്ചാണ് അവരെന്താണ് അച്ചടി യന്ത്രം പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് എന്താണ് ആ മരക്കട്ടയ്ക്ക് പകരം എന്ത് കൊണ്ടുവന്നു? ഇരുമ്പ് കട്ടകൾ കൊണ്ടുവന്നു. അതാരാണ് കൊണ്ടുവന്നത്? ആ ജർമ്മൻകാരനെ ഗുട്ടൻബർഗാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അങ്ങനെ ഇരുമ്പ് കട്ടകൾ കൊണ്ടുവന്നപ്പോൾ എന്താണ് അച്ചടിയുടെ വേഗതയും വർദ്ധിപ്പിച്ചു. ഓക്കെ, അങ്ങനെ ഇവിടെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. അദ്ദേഹം വികസിപ്പിച്ച അച്ചടി യന്ത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ പിക്ചർ നൽകിയിട്ടുണ്ട്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് PSC ഒരു മാർക്ക്. എന്താണ് സംക്ഷേപ വേദാർത്ഥം. എന്താണ് ആ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത? പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് എന്താണ് സംക്ഷേപ വേദാർത്ഥം. അപ്പോൾ എന്താണ് പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് അച്ചടി യന്ത്രങ്ങൾ പറഞ്ഞു, ചൈനക്കാരാണ് ആ സാങ്കേതികവിദ്യ കൊണ്ടുവന്നത്. പിന്നെ എന്താണ് മരക്കട്ട മാറ്റി എന്താണ് ഇരുമ്പ് കട്ട കൊണ്ടുവന്നതും. പിന്നെ നമ്മളെന്ത് പറഞ്ഞു? പിന്നെ സംക്ഷേപ വേദാർത്ഥത്തെ പറ്റി നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ വരെയാണ്. ഇൻ്റർനെറ്റ് അധിഷ്ഠിത നൂതന സാങ്കേതിക വിദ്യയെ പറ്റിയാണ് അടുത്ത പറയുന്നത്. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇൻ്റർനെറ്റ്. ഓക്കെ, ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇൻ്റർനെറ്റ്. നമുക്കറിയാം പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമായ വിവരങ്ങൾ എന്താണ് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ലഭിക്കുന്നത്. ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില പുതിയ ആശയവിനിമയ സംവിധാനങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. എന്താണ് വീഡിയോ കോൺഫറൻസ്? അകലെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ, ആശയങ്ങൾ കൈമാറാൻ കഴിയുന്ന എന്താണ് വീഡിയോ കോൺഫറൻസ് എന്ന് പറയുന്നത്. കൊമേഴ്സ് ഇൻ്റർനെറ്റ് സംവിധാനത്തിലൂടെ നമുക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് കൊമേഴ്സ്. അപ്പോൾ വീഡിയോ കോൺഫറൻസ് നമുക്കറിയാം അകലെയുള്ളവരായിട്ട് നമുക്ക് ആശയങ്ങൾ കൈമാറാനും നേരിട്ട് കണ്ട് ആശയങ്ങൾ കൈമാറാനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് വീഡിയോ കോൺഫറൻസ്. കൊമേഴ്സ് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ സാധനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും സഹായിക്കുന്ന പുതിയൊരു സംവിധാനമാണ് കൊമേഴ്സ്. അടുത്ത ഇമെയിൽ. നമ്മളെല്ലാവരും ഇമെയിൽ അയക്കുന്നതിന് ഇമെയിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കാനും നമുക്ക് സ്വീകരിക്കാനും ഇമെയിൽ വഴി സഹായിക്കുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ടെലിമെഡിസിൻ. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള ഡോക്ടർമാരുമായിട്ട് നമുക്ക് സേവനം ലഭിക്കുന്നതാണ് ടെലിമെഡിസിൻ. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ വരവോടെ നമുക്കുണ്ടായ കുറച്ച് നേട്ടങ്ങളാണ് പറ്റി പറയുന്നത്. വീഡിയോ കോൺഫറൻസ് ചെയ്യാൻ പറ്റും, നമുക്ക് സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും കൊമേഴ്സ് സംവിധാനങ്ങൾ വഴി പറ്റുന്നു. പിന്നെ നമുക്ക് സന്ദേശങ്ങൾ അയക്കാൻ ഇമെയിലുണ്ട്. പിന്നെ ടെലിമെഡിസിൻ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ദൂരെയുള്ള ഡോക്ടർമാരുമായിട്ട് നമുക്ക് അവരുടെ കൺസൾട്ടേഷൻ ടെലിമെഡിസിൻ വഴി ലഭിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ പാഠം നമ്മൾ നോക്കിയിട്ടുണ്ട്. വളരെ ലെങ്തി പാഠമാണ്. വളരെ എല്ലാം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഇതിൽ പറഞ്ഞത്. നമുക്കിതിൽ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഇതാണ് ഫസ്റ്റത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മെസപ്പൊട്ടോമിയൻ സംസ്കാരം യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് വളർന്നു വന്നത്. മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. മുകളിൽ നൽകിയിട്ടുള്ളതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? അപ്പോൾ പ്രസ്താവന നമുക്ക് നോക്കാം. മെസപ്പൊട്ടോമിയൻ സംസ്കാരം യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലാണ് വളർന്നു വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ശരിയാണ്, വളരെ ശരിയാണ്. ഓക്കെ, നമ്മളെ പ്രദേശവും പറഞ്ഞു. ഇന്നത്തെ ഇറാഖിലാണ് കൂടുതലായിട്ടും ഈ സംസ്കാരം നിലനിന്നിരുന്നത്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം 2 നദികൾക്കിടയിലുള്ള പ്രദേശം. മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണോ? അതെ, അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, അതാണ് 1ഉം 2ഉം ശരിയാണ്. ഓക്കെ, അടുത്തിലോട്ട് പോവാം. അടുത്ത ചേരുംപടി ചേർക്കുകയാണ്. ഓക്കെ, ആദ്യത്തെ വിമാനം ബി ആദ്യത്തെ ലോക്കോമോട്ടീവ് ട്രെയിൻ എഞ്ചിൻ, സി അച്ചടി യന്ത്രം, ഡി ആധുനിക റോക്കറ്റ് നിർമ്മാണം. അപ്പോൾ ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇത് കണ്ടെത്തിയത് ആരെന്നാണ് അടുത്ത ലിസ്റ്റ് 2ൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വിമാനം കണ്ടെത്തിയ ആരാണ്ടാ? നമ്മൾ നേരത്തെ പറഞ്ഞു ആരാണ്? റൈറ്റ് സഹോദരന്മാർ. അപ്പോൾ ആദ്യത്തെ വിമാനം കണ്ടെത്തിയത് റൈറ്റ് സഹോദരന്മാരാണ്. ഓക്കെ, ആദ്യത്തെ ലോക്കോമോട്ടീവ് ട്രെയിൻ എഞ്ചിൻ കണ്ടെത്തിയതാണ് ലോക്കോമോട്ടീവ് ട്രെയിൻ എഞ്ചിൻ. അതാരാണ്? അത് ജോർജ് സ്റ്റീവൻസൺ എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം അതിനൊരു പേര് നൽകി, സ്റ്റീവൻസൺ റോക്കറ്റ് എന്നും പറഞ്ഞു. ഓക്കെ, അടുത്ത അച്ചടി യന്ത്രം. അച്ചടി യന്ത്രം കണ്ടെത്തിയാരാണ്ട? അതായത് ഇന്നത്തെ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള അച്ചടി യന്ത്രം ആരാണ്? ഗുട്ടൻബർഗാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ആദ്യത്തെ വിമാനം കണ്ടെത്തിയ ആരാണ്?
റൈറ്റ് സഹോദരന്മാർ. അപ്പോൾ A2 വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? ബിയും സിയും ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ആദ്യത്തെ ലോക്കോമോട്ടീവ് ട്രെയിൻ എഞ്ചിൻ നമ്മൾ പറഞ്ഞ ആരാണ്? ജോർജ് സ്റ്റീവൻസൺ. അപ്പോൾ B3 വരുന്നത് ഏതുണ്ടാ? B3 വരുന്നത് B3 വരുന്നതുണ്ട്. അടുത്ത എന്താണ്? സി, അച്ചടി യന്ത്രം കണ്ടെത്തിയതാണ് ഗുട്ടൻബർഗ്. C4 ആണ്. ഓക്കെ, ഡി എന്താണ്? ആധുനിക റോഡ് നിർമ്മാണം ആരാണ്ട? ജെ.എൽ. ബെർഡ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ജെ മക് ആദം. അപ്പോൾ നമ്മൾ ആൻസർ ഏതാണ്ട? ഓപ്ഷൻ ബി ആണ്ട നമ്മൾ ആൻസർ, ഓപ്ഷൻ ബി. അടുത്തിലോട്ട് പോവാം. ഇന്ത്യയിലെ സുവർണ ചതുഷ്കോണം എന്ന ദേശീയപാത ശൃംഖല താഴെ പറയുന്ന ഏത് പ്രധാന നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഡൽഹി, കൊൽക്കത്ത, ബാംഗ്ലൂർ, ചെന്നൈ. ബി ഡൽഹി, കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ. അടുത്തേതാണ്? ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ. അടുത്തേതാണ്? ഡൽഹി, പൂനെ, കൊൽക്കത്ത, ചെന്നൈ. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ് നമ്മൾ ആൻസർ ഏതാണ്? ആൻസർ ഏതാണ്? നമ്മൾ ഡൽഹി വരുന്നുണ്ട്, പിന്നെ ഏതുണ്ട്? മുംബൈ വരുന്നുണ്ട്, പിന്നെ ഏതുണ്ട്? ചെന്നൈ. നമ്മളേതാണ്? ഓപ്ഷൻ സി ആണ്. അതായത് ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ എന്നീ പ്രധാന 4 നഗരങ്ങളാണ് സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്നത്. നമ്മുടെ സംസ്ഥാനങ്ങളും പറഞ്ഞു. എത്ര സംസ്ഥാനങ്ങൾ? 12 സംസ്ഥാനങ്ങളിലൂടെയാണ് സുവർണ ചതുഷ്കോണം കടന്നു വന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ സി ആണ്. ഓക്കെ, അവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു അവകാശവാദവും കാരണവും നൽകിയിട്ടുണ്ട്. എന്താണ് അവകാശവാദം? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളെ, പ്രകൃതി വിഭവങ്ങളെ തുറമുഖങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അവർ ഈ ഗതാഗത മാർഗം കൊണ്ടുവന്നത്. ശരിയാണോടാ? അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ റെയിൽ ഗതാഗതം കൊണ്ടുവന്നവരാണ് ബ്രിട്ടീഷുകാർ തന്നെയാണ്. എന്നാണ്? 1853. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു. എന്തിനാണ്? അവർ ഇവിടുത്തെ അസംസ്കൃത വസ്തുക്കൾ തുറമുഖ മാർഗമാണ് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ തുറമുഖങ്ങളിൽ ഈ സാധനങ്ങൾ എത്തിക്കാൻ നമുക്ക് എന്താണ്? റെയിൽ ഗതാഗതം വേണം. അപ്പോൾ എന്താണ്? അവകാശവാദം എയുടെ കാരണം തന്നെയാണ് അടുത്ത പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ്? നമ്മൾ ആൻസർ ഏതാണ്? എയും ആറും ശരിയാണ്. എന്നാൽ 6A ശരിയായ വിശദീകരണമല്ല. നമുക്ക് ആ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. അടുത്ത എന്താണ്? എ ശരിയാണ് എന്നാൽ 6 തെറ്റാണ്, അതും എടുക്കാൻ പറ്റില്ല. അടുത്ത എന്താണ്? എ തെറ്റാണ് എന്നാൽ 6 ശരിയാണ്, അതും എടുക്കാൻ കഴിയില്ല. ഓക്കെ, അടുത്ത എന്താണ്? എയും 6ഉം ശരിയാണ്, 6A ശരിയായ വിശദീകരണമാണ്. അപ്പോൾ നമ്മൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എന്താണ്? ഇന്ത്യയിൽ ആദ്യമേ റെയിൽ ഗതാഗതം കൊണ്ടുവന്നവരാണ് ബ്രിട്ടീഷുകാർ തന്നെയാണ്. അവരെന്തിനാണ് കൊണ്ടുവന്നത്? ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ എന്താണ്? തുറമുഖങ്ങളിൽ എത്തിക്കുക. തുറമുഖങ്ങളിൽ എത്തിച്ചിട്ട് എന്താണ്? അവർ കപ്പൽ ഗതാഗത മാർഗം എന്താണ്? അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യന് നമുക്ക് കിട്ടി. ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽപാത 1853 ഡാഷ് മുതൽ ഡാഷ് വരെയായിരുന്നു. ഓക്കെ, എന്ന് നോക്കാം. ഓപ്ഷൻ നോക്കാം. കൊൽക്കത്ത മുതൽ ഹൗറ വരെയാണോ? അതേ ബോംബെ ടു താനെയാണോ? അതേ മദ്രാസ് മുതൽ ആർക്കോട്ട് വരെയാണോ? അടുത്ത എന്താണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെയാണോ? നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യത്തെയാണ്. ഏതാണ്? ബോംബെ മുതൽ താനെ വരെയാണ്. അപ്പോൾ നമ്മൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്തതിലോട്ട് പോവാം. ലോകത്തിലെ ആദ്യത്തെ റെയിൽ ട്രാക്ക് 1825 നിർമ്മിക്കപ്പെട്ട ഏത് രാജ്യത്താണ്? ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ റെയിൽ ട്രാക്ക് 1825 ഏത് രാജ്യത്താണ് നിർമ്മിക്കപ്പെട്ടത്? ബ്രിട്ടൻ, അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ്. നമ്മൾ പറഞ്ഞു ആരാണ്? ജോർജ് സ്റ്റീവൻസൺ റോക്കറ്റ് കണ്ടുപിടിക്കുകയും അതായത് ആദ്യത്തെ ലോക്കോമോട്ടീവ് എഞ്ചിൻ കണ്ടുപിടിക്കുകയും ബ്രിട്ടനിലെ ഏതൊക്കെ നഗരങ്ങളാണ്? സ്റ്റോക്ക്ഡണും ഡാർലിംഗ്ടൺ എന്ന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആദ്യം റെയിൽ പാത ആ രാജ്യത്ത് വന്നു. ഏത് രാജ്യമാണ്? ബ്രിട്ടൻ തന്നെയാണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. എന്താണ്? ലോകത്തിലെ ആദ്യത്തെ റെയിൽ ട്രാക്ക് 1825 നിർമ്മിക്കപ്പെട്ടത് അതെവിടെയാണ്? അത് ബ്രിട്ടനിലാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്നാണ്? ഓക്കെ, സുമേറിയക്കാരാണ് ആദ്യ എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. അടുത്തെന്താണ്? ചൈനക്കാരാണ് ആദ്യമായി അച്ചടി വിദ്യ കൊണ്ടുവന്നത്. അപ്പോൾ ചൈനക്കാരാണ് ആദ്യമായി അച്ചടി വിദ്യ കണ്ടുപിടിച്ചത്. റൈറ്റ് സഹോദരന്മാർ നിർമ്മിക്കപ്പെട്ട ആദ്യ വിമാനത്തിൻ്റെ പേര് സ്റ്റീവൻസൺ റോക്കറ്റ് എന്നായിരുന്നു. ആണോ? ഹാരപ്പയിൽ നിന്ന് മെസപ്പൊട്ടേമിയൻ മുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ജലഗതാഗതത്തിൻ്റെ തെളിവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രസ്താവന ഒന്നുകൂടെ നോക്കാം. സുമേറിയക്കാരാണ് ആദ്യ എഴുത്തുവിദ്യ കൊണ്ടുവന്നത്. ശരിയാണ്, സുമേറിയക്കാരാണ് ആദ്യ എഴുത്തുവിദ്യ കൊണ്ടുവന്നത്. അതിൻ്റെ പേര് നമ്മൾ പഠിച്ചു. എന്താണ്? ക്യൂണിഫോം എന്ന് പറഞ്ഞു. അടുത്ത എന്താണ്? ചൈനക്കാരാണ് ആദ്യ അച്ചടി സാങ്കേതിക വിദ്യ കൊണ്ടുവന്നു. ഓക്കെ, അത് നമ്മൾ പഠിച്ചു, അതും ശരിയാണ്. എന്നാൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ, റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച ആദ്യ വിമാനം, അതായത് റൈറ്റ് സഹോദരന്മാരാണ് ഇന്നത്തെ രൂപത്തിലുള്ള വിമാനത്തിൻ്റെ എന്താണ് ആദ്യ രൂപം കണ്ടെത്തിയത്. പക്ഷേ ഇവിടെ നൽകുന്ന പേരെന്താണ്? സ്റ്റീഫൻസൺ റോക്കറ്റ് എന്നാണ് നൽകിയിരിക്കുന്നത്. അവിടെ സ്റ്റീഫൻസൺ റോക്കറ്റ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ലോക്കോമോട്ടീവ്, ആദ്യത്തെ ലോക്കോമോട്ടീവ് എഞ്ചിന് നൽകിയ പേരാണ് സ്റ്റീഫൻസൺ റോക്കറ്റ്. അപ്പോൾ അവർ എന്തായിരിക്കും ആ വിമാനത്തിന് നൽകിയ പേര്? അത് നമ്മൾ പറഞ്ഞു. ഏതാണ്? ഫ്ലയർ 1. എന്താണ്? ഫ്ലയർ 1. അപ്പോൾ എന്താണ്? നമ്മുടെ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്.
ഓപ്ഷൻ ഡി നമ്മൾ പറഞ്ഞു, നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഇത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഓപ്ഷൻ സി. എന്നാലും ഡി നോക്കാം. ഹാരപ്പയിൽ നിന്ന് മെസപ്പൊട്ടോമിയൻ മുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ജലഗതാഗതത്തിൻ്റെ തെളിവാണ്. നമ്മൾ പറഞ്ഞു അന്നത്തെ കാലത്തുള്ളവർ എന്താണ് യാത്രയ്ക്കും അവരുടെ യാത്രാ ആവശ്യങ്ങൾക്കും എന്താണ് ചരക്ക് നീക്കത്തിനും അന്നത്തെ കാലത്ത് എന്താണ് ജലഗതാഗതത്തെ അവർ ആശ്രയിച്ചിരുന്നു എന്ന ഒരു പോയിന്റ് നമ്മൾ നേരത്തെ വായിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ തെറ്റായ പ്രസ്താവന ഏതാണ്? അത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. അവിടെ അപ്പോൾ നമ്മൾ എന്താണ് ആദ്യത്തെ പാഠം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് അടുത്ത പാഠത്തിലോട്ട് പോകാം. നാടറിയാം. ഓക്കെ, അവിടെ ഫസ്റ്റ് തന്നെ എന്താണ് നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു കൃതിയിൽ കുറച്ച് വരികളാണ് നൽകുന്നത്. ഏതാണ് ആ കൃതി? അത് നമ്മൾ പഠിച്ചേക്കേണ്ട അതാണ് മാതൃവന്ദന. അപ്പോൾ മാതൃവന്ദനം എന്ന കൃതി രചിച്ചാരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പോൾ വരി എന്താണ്? പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവച്ചും സ്വച്ഛാപ്തി മണൽ തിട്ടാം പാദോപദാനം പൂണ്ടും. അപ്പോൾ ഇങ്ങനെ ചോദിക്കുക, എന്താണ് പച്ചയാം വിരിപ്പിട്ട സഖ്യനിൽ തലവച്ചും സ്വച്ഛാപ്തി മണൽ തിട്ടാം പാദോപദാനം പൂണ്ടും എന്ന് തുടങ്ങുന്ന വരികൾ ആരുടെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ട്. നമ്മൾ SCRT തന്നെ ഉണ്ട്. ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ഏതാണ് ആ കൃതി? മാതൃവന്ദനം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എന്താണ് ഒരു ഷുവർ ഷോട്ട് 1 മാർക്ക് തന്നെ ഈ പാഠത്തിന് തുടക്കത്തിൽ കിട്ടി. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ പറ്റിയാണ്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി, മഴ, കാര്യങ്ങളൊക്കെയാണ് കൂടുതലായി പറയുന്നത്. ഓക്കെ, നമ്മൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്നാണ് നമ്മൾ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം. അത് നമുക്ക് അറിയാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മലനാട് എന്താണ്? മലനാടിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിൻ്റെ ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം കണ്ടെത്തും. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ. എന്താണ്ട സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിലാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഇവിടെ എന്താണ്? കുന്നുകളുണ്ട്, മലകളുമുണ്ട്, പിന്നെന്താണ് പർവ്വത പ്രദേശങ്ങൾ ഉൾപ്പെടുന്നു. അപ്പോൾ അത് തന്നെ കിട്ടും മലമ്പ്രദേശമാണ്. അപ്പോൾ എന്താണ്? കുന്നുകളുണ്ട്, പർവ്വതങ്ങളുണ്ട്, എന്താണ് വലിയ പർവ്വതങ്ങളുണ്ട്, മലകളുമുണ്ട്. ഓക്കെ, ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഓക്കെ, ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. പൊതുവെ ഹരിതാഭമായ പ്രദേശമാണ് മലനാട്. ഓക്കെ, പൊതുവെ നല്ല രീതിയിൽ മഴയും ലഭിക്കുന്നുണ്ടെന്നാണ് അവിടെ എന്താണ് ഹരിതാഭമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 ഇമ്പോർട്ടൻ്റ് പോയിന്റ്, കേരളത്തിലെ 44 നദികൾ എവിടെ നിന്നാണ്? ഈ മലനാടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മലനാട് എത്രയാണ്? സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിന് മുകളിലാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. മലനാട് എന്തൊക്കെയുണ്ട്? മലകളുണ്ട്, കുന്നുകളുണ്ട്, പർവ്വത പ്രദേശങ്ങളുണ്ട്. ഇവിടെ ധാരാളം മഴ ലഭിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഹരിതാഭമായ പ്രദേശമാണ്. പിന്നൊരു പോയിന്റ് ഉണ്ടോ? കേരളത്തിൽ എത്ര നദികൾ? 44 നദികളും എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, മലനാടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ മലനാടും കഴിഞ്ഞു. അടുത്ത ഇടനാട്. ഇടനാട് എന്താണ്ട? മലനാടിനും തീരപ്രദേശത്തിനിടയിൽ. എന്താണ് ഇടനാടെന്ന് പറയുമ്പോൾ എന്താണ്? മലനാടിനും തീരപ്രദേശത്തിനിടയിലാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇതിന് എത്രയുണ്ട ഉയരം? ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ. മലനാട് നമ്മൾ പറഞ്ഞു സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിന് മുകളിലാണ്. എന്നാൽ ഇടനാട് എന്താണ്? 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് ഈ പ്രദേശത്തിൻ്റെ സ്ഥാനം. ഇവിടെ നമ്മൾ കുഴപ്പിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതാ ഇവിടെ എന്തൊക്കെ കാണപ്പെടുന്നു? ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. എന്തൊക്കെയുണ്ട? ചെറിയ കുന്നുകൾ, പിന്നെന്തുണ്ട്? താഴ്വരകളുണ്ട്, പിന്നെന്താണ്? നദീതടങ്ങളുണ്ട്. നമ്മുടെ മലനാട് നേരത്തെ എന്ത് പറഞ്ഞു? കുന്നുകളുണ്ട്, മലകളുണ്ട്, പർവ്വത പ്രദേശങ്ങളുണ്ട്. എന്നാൽ ഇടനാട്ടിൽ എന്തുണ്ട്? താഴ്വരകളുണ്ടറ, പിന്നെ നദീതടങ്ങളുണ്ടറ, പിന്നെന്താണ്? ചെറിയ കുന്നുകൾ. എന്താണ്ടാ? തിരിഞ്ഞ വലിയ ചെറിയ കുന്നുകളാണ് ഇവിടെ ഇടനാടിൽ കാണപ്പെടുന്നത്. ഉയരം എത്രയാണ്? 7.5 മീറ്റർ. എത്രയുണ്ട? 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ്. അടുത്ത് നമ്മൾ പോകുന്നതാണ് തീരപ്രദേശം. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ്. ഓക്കെ, അത് നമുക്ക് വേണ്ട. എന്താണ്? കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. ഓക്കെ, എന്താണ് തീരപ്രദേശം? എന്താണ്? സമുദ്രത്തോട് അടുത്ത് കാണപ്പെടുന്നു. ഉയരം എത്രയാണ്? 7.5 മീറ്റർ വരെയേ ഉള്ളൂ. ഉയരം എത്രയാണ്? 7.5 മീറ്റർ വരെയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മലനാട്, ഇടനാട്, തീരപ്രദേശം ഇത് 3 നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ ഉയരങ്ങളൊന്നുകൂടെ പറയാം. മലനാട് എത്രയുണ്ട? സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിന് മുകളിലാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. മലനാടിൽ എന്തുണ്ട്? വലിയ കുന്നുകളുണ്ട്, മലകളുണ്ട്, പർവ്വത പ്രദേശങ്ങളുണ്ട്. ധാരാളം മഴ ലഭിക്കുന്നു. അതുകൊണ്ട് എന്താണ്? ഹരിതാഭമായ പ്രദേശമാണ്. അതെന്താണ്? ഹരിതാഭമായ പ്രദേശമാണ്. കേരളത്തിലെ 44 നദികളും ഉത്ഭവസ്ഥാനോടെയാണ് നമ്മുടെ മലനാട് തന്നെയാണ്. അടുത്ത ഇടനാട് എന്താണ്? ഇടനാട് എന്താണ്? 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് ഇടനാടിൻ്റെ ഉയരം. ഇടനാട് ആ പേര് തന്നെ ഉണ്ട്. എന്താണ്? മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലാണ് ഇടനാട്. ഓക്കെ, അവിടെ എന്താ കാണപ്പെടുന്നു? നദീ തടങ്ങൾ കാണപ്പെടുന്നു, താഴ്വരകൾ കാണപ്പെടുന്നു, ചെറിയ കുന്നുകൾ കാണപ്പെടുന്നു. എന്താ? ചെറിയ കുന്നുകൾ കാണപ്പെടുന്നു, താഴ്വരകൾ കാണപ്പെടുന്നു, നദീ തടങ്ങൾ കാണപ്പെടുന്നു. തീരപ്രദേശം എന്താണ്ട? തീരപ്രദേശത്തിൻ്റെ ഉയരം എന്താണ്?
സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മാത്രമേ ഉയരുള്ളൂ. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മാത്രമേ എന്താണ് തീരപ്രദേശത്തിന് ഉയരമുള്ളൂ. തീരത്തോട്, അതായത് നമ്മുടെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് തീരപ്രദേശം. അവിടെ നമ്മൾ എന്താണ് പറയുന്നത്? അവിടെ നമ്മളെ മഴയുടെ ലഭ്യത പറ്റിയൊക്കെയാണ് പറയുന്നത്. കേരളത്തിൻ്റെ കാലാവസ്ഥ, ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. ഓക്കെ, ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. കേരളത്തിൽ പ്രധാനമായി 2 മഴക്കാലമുണ്ട്. ഏതൊക്കെയുണ്ട്? നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്നാണ്, അത് കഴിഞ്ഞ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം, അതായത് നമ്മുടെ ഇടവപ്പാതി തുലാവർഷം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇതിലാണ്ടാ ആ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ഓക്കെ, അതായത് കാലവർഷത്താണ് എന്താണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്, അതായത് കാലവർഷത്താണ്. തുലാവർഷത്ത് കുറവാണ് നമുക്ക് ലഭിക്കുന്ന മഴ. ഓക്കെ, പറഞ്ഞ പോയിന്റ് ഇതാ കിടക്കുന്നു. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്, നമ്മുടെ കാലവർഷത്താണ് നമുക്ക് ലഭിക്കുന്നത്. കേരളത്തിലെ വേനൽക്കാലം, ഇതാ അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. കേരളത്തിലെ വേനൽക്കാലം എന്നൊക്കെയുണ്ടാ? മാർച്ച് മുതൽ മെയ് വരെയാണ്. കേരളത്തിലെ വേനൽക്കാലം എന്ന് വരെയാണ്? മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇക്കാലത്ത് എന്താണ്? നമുക്ക് നല്ല ചൂടായിരിക്കും. ഓക്കെ, വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിൻ്റെ തീവ്രതയ്ക്ക് കുറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? കേരളത്തിൽ 2 മഴക്കാലം ഉണ്ടാ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ നമ്മുടെ കാലവർഷം, വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം. ഇതിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏത് കാലത്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് നമുക്ക് കൂടുതലും മഴ ലഭിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ വേനൽക്കാലം എന്നൊക്കെയുണ്ട് മാർച്ച് മുതൽ മെയ് വരെയാണ്. മാർച്ച് മുതൽ മെയ് വരെയാണ്. ഈ സമയത്ത് എന്താണ്? നമുക്ക് നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് പെയ്യുന്ന മഴ എന്താണ്? ആ ചൂടിൻ്റെ തീവ്രതയ്ക്ക് ഒരു ആശ്വാസം വരുന്നു. ഓക്കെ, അടുത്ത് നമുക്ക് പോവാം മൺസൂൺ. ഈ മൺസൂൺ എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മൾ ഇവിടെ ഈ ഒരു ബോക്സിൽ പറയുന്നത്. ഓക്കെ, കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് വ്യതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. എന്താണ്ടാ? കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച്, അതായത് സ്ഥിരമായി ഇവ ഒരു ദിശയിൽ വീശില്ല. കാലം മാറുമ്പോൾ എന്താണ്? ഋതുക്കൾ മാറുമ്പോൾ എന്താണ്? ഇവ വീശുന്ന ഗതി മാറുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? സ്ഥിരമായി വർഷം മുഴുവനും മൺസൂൺ കാറ്റുകൾ എന്താണ്? ഒരേ ദിശയിലോട്ടല്ല വീശുന്നത്. ഋതുക്കൾ മാറുന്നതനുസരിച്ച്, ഋതുഭേദങ്ങൾ മാറുന്നതനുസരിച്ച് ഇവ വീശുന്ന എന്താണ്? ദിശയ്ക്ക് മാറ്റം സംഭവിക്കുന്നു. ഓക്കെ, ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്താണ്ടാ? ഏതൊക്കെ മാസങ്ങളിൽ? ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്നു. അപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഏത് ദിശയിൽ? തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ എന്നാണ് നമ്മുടെ കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്നും വീശുന്നതിന് ഇവ ഈർപ്പവാഹികളാണ്. അതായത് ഇവ എന്താണ്? നമ്മൾ പറഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നാണ് തെക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് വീശുന്നത്. അപ്പോൾ കടലിൽ നിന്നല്ലേ വീശുന്നത്? അപ്പോൾ അവയ്ക്ക് എന്താണ്? അവ ഈർപ്പവാഹിയാണ്, ഈർപ്പരഹിതമല്ല, ഈർപ്പവാഹിയാണ്. ഓക്കെ, കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ നമ്മുടെ പശ്ചിമഘട്ട നിരകൾ തടഞ്ഞു നിർത്തുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഈർപ്പം വഹിച്ചുകൊണ്ട് വരുന്ന ഈ കാറ്റുകളെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഓക്കെ, ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. അപ്പോൾ എന്താണ്? പശ്ചിമഘട്ടം എന്താണ്? ഈ ഈർപ്പവാഹിയായ കാറ്റുകളെ പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തി നമ്മുടെ കേരളം ഉൾപ്പെടുന്ന കടൽ തീരങ്ങൾ എന്താണ്? തീരപ്രദേശങ്ങൾ എന്താണ്? മഴ കൂടുതലായി ലഭിക്കുന്നു. ഓക്കെ, ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ എന്താണ്? കാലവർഷം എന്നറിയപ്പെടുന്നു. അപ്പം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്താണ്? നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് എന്താണ്? തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് ഇവ വീശുന്നത്. ഇവ ഈർപ്പവാഹിയാണ്, തിരിഞ്ഞു പോയത് ഈർപ്പരഹിതമല്ല. അപ്പോൾ ഇവ എന്താണ്? ഇവ നമ്മളെ കരയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ ഇവയെ തടഞ്ഞു നിർത്തി കേരളം ഉൾപ്പെടുന്ന എന്താണ്? സംസ്ഥാനങ്ങളിൽ, അതായത് കേരളം ഉൾപ്പെടുന്ന തീരങ്ങളിൽ എന്താണ്? ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ എന്താണ് അടുത്ത വടക്ക് കിഴക്കൻ മൺസൂൺ? അത് ഏതൊക്കെ മാസങ്ങളിലാണ്? അത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. നേരത്തെ എന്താണ് പറഞ്ഞത്? ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എന്താണ്? വടക്ക് കിഴക്കൻ മൺസൂണാണ്. ഓക്കെ, അപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്നും വീശുന്നു. ഓക്കെ, ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? അതായത് ഇവർ നേർ വിപരീത ദിശയിൽ നിന്നാണ് വീശുന്നത്. ഏത് ദിശയിൽ? വടക്ക് കിഴക്കൻ ദിശയിൽ. അതുകൊണ്ട് ഇവയ്ക്ക് പേരെന്താണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിൽ മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയിലെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഇവ എങ്ങനെയുണ്ടാ? ഇവ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ബംഗാൾ ഉൾക്കടലിലൂടെ മുകളിലൂടെ കടന്നു പോയി എന്താണ്? ഇവ എന്താണ്? ഈർപ്പം അവിടെ നിന്ന് സ്വീകരിച്ച് ഇന്ത്യയിലെ എന്താണ്? തെക്കൻ സംസ്ഥാനങ്ങൾ, മെയിനായിട്ട് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് വടക്കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. തമിഴ്നാട് തീരപ്രദേശങ്ങളിലാണ്. ഓക്കെ, ഈ മഴക്കാലം കേരളം തുലാവർഷം എന്നറിയപ്പെടുന്നു.
തുലാവർഷ സമയത്ത് നമുക്ക് ലഭിക്കുന്ന മഴ എന്താണ് കാലവർഷത്തെ അപേക്ഷിച്ച് കുറവാണ്. വടക്കിഴക്കൻ മൺസൂൺ കാറ്റിൻ്റെ ഒരു ശാഖ ബംഗാൾ ഉൾക്കടലിൽ നിന്നാണ് ഈർപ്പം സ്വീകരിച്ച് നമ്മുടെ തെക്കൻ സംസ്ഥാനങ്ങൾ മഴ ലഭിക്കുന്നു. അതാണ് തെക്കൻ സംസ്ഥാനങ്ങളിൽ ഏതാണ്? നമ്മുടെ തമിഴ്നാട്ടിലാണ് കൂടുതലായിട്ട് മഴ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വടക്കിഴക്കൻ മൺസൂണിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എന്താണ്? വടക്കിഴക്കൻ മൺസൂൺ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന തുലാവർഷം എന്നാണ്. അപ്പോൾ കേരളത്തിൽ എന്താണ് പൊതുവെ ഈ കാലയളവിൽ മഴ കുറവാണ്. അപ്പോൾ നമ്മൾ 2 പോയിന്റാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? മൺസൂണിൻ്റെ കാര്യം പറഞ്ഞത്. അതായത് വർഷം മുഴുവൻ ഒരേ ദിശയിലല്ല മൺസൂൺ വീശുന്നത്, ഋതുക്കൾ മാറുന്നതനുസരിച്ച് മൺസൂണിൻ്റെ ഗതിയും മാറുന്നു. അപ്പോൾ എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണുണ്ട്, വടക്കിഴക്കൻ മൺസൂണുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. വടക്കിഴക്കൻ എന്നാണ്, അതായത് നമ്മുടെ തുലാവർഷത്തിൽ മഴ കുറവാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സെറ്റായിട്ടുണ്ട്. അടുത്ത കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളെ പറ്റിയാണ്. അവിടെ കേരളത്തിൽ ഏതൊക്കെ മണ്ണിനങ്ങളാണ് കാണുന്നത്? ഒന്നെന്നാണ് ചെങ്കൽ മണ്ണ് കാണപ്പെടുന്നു, ചെമ്മണ്ണ് കാണപ്പെടുന്നു, എക്കൽ മണ്ണ് കാണപ്പെടുന്നു. ഏതൊക്കെയുണ്ട? ചെങ്കൽ മണ്ണ് കാണപ്പെടുന്നു, ചെമ്മണ്ണ് കാണപ്പെടുന്നു, എക്കൽ മണ്ണ് കാണപ്പെടുന്നു. പിന്നെന്താണ്? വനമണ്ണ്. അവിടെ സ്കൂൾ ടെസ്റ്റിൽ പറയുന്ന കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനങ്ങളാണ് ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, വനമണ്ണ്, പിന്നെന്താണ്? എക്കൽ മണ്ണ്. പിന്നെ ചിലയിടങ്ങളിൽ എന്താ കാണപ്പെടുന്നു? കറുത്ത മണ്ണും കാണപ്പെടുന്നു, പീറ്റ് മണ്ണും കാണപ്പെടുന്നു. ഓക്കെ, പീറ്റ് മണ്ണ് എന്താണ്ട? നമ്മളെ കണ്ടൽ, അതായത് കണ്ടൽ കാടുകൾക്ക് വളരെ ആവശ്യമായ മണ്ണ് ഏതാണ്ടാ? അത് പീറ്റ് മണ്ണാണ്. പരുത്തി കൃഷിക്ക് കറുത്ത മണ്ണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണിനങ്ങൾ ഏതൊക്കെയുണ്ട? ഒന്നെന്താണ്? ചെങ്കൽ മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ്, പിന്നെന്താണ്? ചെമ്മണ്ണ്. പിന്നെ ചില പ്രദേശങ്ങളിൽ എന്താണ്? കറുത്ത മണ്ണും പീറ്റ് മണ്ണും കാണപ്പെടുന്നു. ഓക്കെ, അവിടെ നദികളായിരുന്നു പറഞ്ഞത്. നമ്മുടെ കേരളത്തിലെ 44 നദികൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു? മലനാട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കേരളത്തിലുള്ള 44 നദികൾ ഉത്ഭവിക്കുന്ന മലനാടെന്നാണ് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞ പോയിന്റാണ്. അവിടെ ഇവയിൽ 3 കിഴക്കോട്ടും 41 പടിഞ്ഞാറോട്ടും ഉണ്ടാവും ഒഴുകുന്നത്. അപ്പോൾ 44 നദികളും ഒരേ ദിശയിലോട്ടല്ല ഒഴുകുന്നത്, നമുക്ക് അറിയാമെന്നുള്ളതാണ്. 41 നദികൾ അങ്ങോട്ടാണ് പടിഞ്ഞാറോട്ടും, 3 കിഴക്കോട്ടും. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ, അത് ബേസ് കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഭൂമിശാസ്ത്രപരമായി കുറച്ച് സവിശേഷതകൾ പറഞ്ഞു. മലനാടിനെ പറ്റി പറഞ്ഞു, ഇടനാടിനെ പറ്റി പറഞ്ഞു, തീരപ്രദേശത്തെയും പറ്റിയും പറഞ്ഞു. പിന്നെന്താണ്? കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളെ പറ്റിയും പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത പോകുന്നത് നമ്മുടെ കേരള സർക്കാർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള കുറച്ച് 2-3 പദ്ധതികളും അവയുടെ ലക്ഷ്യങ്ങളുമാണ് പറയുന്നത്. ഓക്കെ, എടാ എന്താണ്ട ഇനി ഞാൻ ഒഴുകട്ടെ. ഓക്കെ, ഇനി ഞാൻ ഒഴുകട്ടെ ആരാണ്? ഹരിത കേരള മിഷൻ. കേരളത്തിൻ്റെ ഹരിത കേരള മിഷൻ്റെ കീഴിൽ വരുന്നൊരു പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. എന്താണ്? നദികളിൽ എന്താണ്? നദികളിൽ എന്താണ് മലിനീകരണം കുറച്ച് എന്താണ് നദികളുടെ ഒഴുക്ക് സുഗമമാക്കുന്ന ഒരു പരിപാടിയാണ് എന്താണ്? ഇനി ഞാൻ ഒഴുകട്ടെ. അതെന്താണ്? കേരളത്തിൻ്റെ ഹരിത കേരള മിഷൻ്റെ കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ. അടുത്ത മാലിന്യമുക്ത നവകേരളം. മാലിന്യമുക്ത നവകേരളം നടപ്പാക്കുന്ന ആരാണ്ട? ആ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പദ്ധതികൾ നമുക്ക് എന്താണെന്നറിയാം. അത് ആരുടെ കീഴിലാണ് അത് നിർവഹിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളവിടെ ഒന്ന് കുഴയും. അപ്പോൾ നമുക്ക് ഈ ബോക്സ് പഠിച്ചു വെച്ചാൽ എന്താണ്? ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്കെന്താണ് വളരെ എളുപ്പമായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതി ആരാണ്? കേരള ഹരിത കേരള മിഷനാണ് നടപ്പിലാക്കുന്നത്. അടുത്തെന്താണ്ട? മാലിന്യമുക്ത നവകേരളം. മാലിന്യമുക്ത നവകേരളം നടപ്പിലാക്കുന്നതാണ്ട? അത് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് മാലിന്യമുക്ത നവകേരളം നടപ്പാക്കുന്നത്. തെളിനീരൊഴുകും നവകേരളം ആരാണ്ട? അതും തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2 പദ്ധതികളാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്നത്. ഒന്നെന്താണ്ട? മാലിന്യമുക്തം നവകേരളം, പിന്നെന്താണ്? തെളിനീരൊഴുകും നവകേരളം. അടുത്തതാണ് ജൽജീവൻ മിഷൻ. ഓക്കെ, ജൽജീവൻ മിഷൻ ആരാണ്ട? അത് നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ നമ്മൾ 4 പദ്ധതികളും പഠിച്ചു. അവ നടപ്പിലാക്കുന്ന, അതായത് അവ നടപ്പിലാക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്ത പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ കാർഷിക മേഖലയെ പറ്റിയാണ്. അവിടെ ഇത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്. പിന്നെ എവിടെയാണ്? വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി. പിന്നെ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കേരളത്തിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നത്. എവിടെയുണ്ട? ഇടുക്കി ജില്ലയിലെ മൂന്നാറും പീരുമേടും. പിന്നെ എവിടെയാണ്? വയനാട്, മേപ്പാടി, വൈത്തിരി. പിന്നെ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ പൊന്മുടി. ഇവിടങ്ങളിലാണ് എന്താണ് കേരളത്തിൽ വ്യാപകമായി തേയില ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തെന്താണ്? പാലക്കാട് ജില്ലയിലും കുട്ടനാടുമാണ് നെൽകൃഷി വ്യാപകം. അപ്പോൾ കേരളത്തിൽ നെൽകൃഷി വ്യാപകം എവിടെയാണ്? പാലക്കാടും കുട്ടനാടുമാണ്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട്ടിൽ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റും നമുക്ക്? തേയില, ഏലം, കാപ്പി, കുരുമുളക്. അപ്പോൾ കേരളത്തിൽ എന്താണ്? വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ്. അപ്പോൾ വ്യത്യസ്തമായ ഭൂപ്രകൃതി ആകുമ്പോൾ എന്താണ്? കേരളത്തിൽ ധാരാളമായി മഴ ലഭിക്കുന്നതോടൊപ്പം തന്നെ വ്യത്യസ്തമായ വിളകൾക്ക് അവിടെ സാഹചര്യം ഒരുക്കുന്നു. ഏതൊക്കെയാണ് വിളകൾ പറഞ്ഞുതരാം. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരക്കൂടുതലുള്ള പ്രദേശമാണ് മലനാട്. അപ്പോൾ അവിടെ എന്താണ്? തണുപ്പും കൂടുതലാണ്.
അപ്പോൾ അവിടെ എന്ത് കൃഷി ചെയ്യാൻ പറ്റും നമുക്ക്? തേയില, ഏലം, കാപ്പി, കുരുമുളക്. എന്തൊക്കെയാണ്ട? തേയില, കാപ്പി, ഏലം, കുരുമുളക്. ഓക്കെ. ഭൂപ്രകൃതി മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം ഉള്ളത് ഇടനാട്ടിലാണ്, ഓർത്തു വെച്ചു. അതായത് ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം ഉള്ളത് ഇടനാട്ടിലാണ്. അവിടെ എന്താ കൃഷി ചെയ്യുന്നു? മരിച്ചിനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളോടൊപ്പം പിന്നെന്താണ്? വാഴക്കൃഷിയും റബ്ബറും വ്യാപകമായി കൃഷി ചെയ്യുന്നു. അപ്പോൾ മലനാട്ടിൽ എന്തൊക്കെയാണ്? മലനാട്ടിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക്. തേയില, ഏലം, കാപ്പി, കുരുമുളക്. ഇടനാട്ടിൽ എന്തൊക്കെയാണ്? ഇടനാട്ടിൽ ഞാൻ പറഞ്ഞു എന്താണ് ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ളത് ഇടനാട്ടിലാണ്. ഇടനാട്ടിൽ എന്താണ്? മെയിനായിട്ട് കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. പിന്നെന്തുണ്ട്? വാഴ, റബ്ബർ എന്നിവ എന്താണ് ഇടനാട്ടിൽ കൂടുതലായി കൃഷി ചെയ്യുന്നത്. അവിടെ നമുക്ക് എന്താണ് തീരപ്രദേശം നോക്കാം. തീരപ്രദേശത്ത് എന്താണ്ട? എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം കൂടുതലാണ്ട. തീരപ്രദേശത്ത് എന്താണ്ട? എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം കൂടുതലാണ്. അപ്പം തന്നെ നമുക്ക് കിട്ടും എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം കൂടുതലാണെങ്കിൽ അവിടെ എന്താണ് കൃഷി ചെയ്യുന്നത്? തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഉപ്പുരസമുള്ള മണ്ണ് അനുയോജ്യമാണ്. ഇവിടെ നെൽകൃഷിയുണ്ട്. ഓക്കെ. അപ്പോൾ തീരപ്രദേശത്ത് എന്താണ്? എക്കൽ മണ്ണ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ എന്താണ്? അവിടെ നെൽകൃഷി വ്യാപകമാണ്. പിന്നെന്താണ്? ഉപ്പുരസമുള്ള മണ്ണാണ്. അപ്പോൾ എന്താണ്? തെങ്ങും ഉണ്ട്. പിന്നെ എന്താ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടുന്നത് തന്നെ എന്താണ്? മത്സ്യകൃഷി. ഓക്കെ. മത്സ്യകൃഷി തീരപ്രദേശങ്ങളിൽ കൂടുതലാണ്. കായലുകളിൽ മത്സ്യകൃഷി വ്യാപകമാണ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞെന്താണ്? മലനാട്ടിൽ തേയില, ഏലം, കാപ്പി എന്നിവ കൃഷി ചെയ്യാൻ കാരണം എന്താണ്? അവിടെ എന്താണ്? അവയ്ക്ക് അനുയോജ്യമായ താപനിലയാണ് എവിടെ ഉള്ളത്? മലനാട്ടിലുള്ളത്. പിന്നെ ഇടനാട്, ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഇടനാട്ടിൽ നമ്മൾ എന്താ കൃഷി ചെയ്യുന്നു? നമ്മൾ വാഴ, റബ്ബർ, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നു. പിന്നെ എന്താണ്? തീരപ്രദേശത്ത് എന്താണ്? ഉപ്പ് രസമുള്ള മണ്ണാണ്. പിന്നെ എക്കൽ മണ്ണും കൂടെയാണ്. അപ്പോൾ എന്താണ്? നെല്ലും കൃഷി ചെയ്യാം, തെങ്ങും കൃഷി ചെയ്യാം. പിന്നെ നമുക്ക് കിട്ടും കായലുകളിലുള്ള മത്സ്യകൃഷി. അപ്പോൾ നമ്മൾ കേരളത്തിലെ കാർഷിക മേഖലയെ പറ്റിയാണ് പറഞ്ഞത്. ഓരോ ഭൂപ്രകൃതിയിൽ ഏതൊക്കെ വിളകളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്നും പറഞ്ഞു. ഓക്കെ, നമുക്ക് പോവാം, അടുത്തിലോട്ട് പോവാം. അടുത്ത, പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റി, ദുരന്ത നിവാരണ നിയമത്തെ പറ്റി നമുക്കറിയാം. ഓക്കെ. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാനം ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപകീർണന സെല്ല്, പിന്നെ എന്താണ്? ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം നമ്മളെ കേരളത്തിലും ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനെ പറ്റിയുള്ള അടുത്ത നടപടികളിലേക്ക് സ്വീകരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളാണ് നമ്മൾ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? നമ്മളെ കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെന്താണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെന്താണ്? ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപകീർണന സെല്ല്. ഓക്കെ, നമ്മളെന്താണ് ഈ പാഠത്തിലെ കുറേ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറഞ്ഞു. നമുക്കിതിൽ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് മലനാട് മേഖലയിൽ നിന്നാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? നോക്കാം. കേരളത്തിൽ 44 നദികളിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്കിഴക്കൻ മൺസൂൺ കാലത്താണ്. അപ്പോൾ ഈ പ്രസ്താവനകൾ നോക്കാം. കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് എവിടെയാണ്? മലനാട് നിന്നാണ്, നമ്മൾ പറഞ്ഞു. അടുത്ത പോയിന്റ് എന്താണ്? കേരളത്തിലെ 44 നദികളിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. കറക്റ്റാണ്, പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? വടക്കിഴക്കൻ മൺസൂണിൽ നിന്നാണോ? അല്ല, അതെന്താണ്? അത് തെക്ക് പടിഞ്ഞാറ് മൺസൂണിൽ നിന്നാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷനാണ് ശരിയായിട്ടിരുന്നത്? നമ്മുടെ 1ഉം 2ഉമാണ് ശരി. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. അടുത്തൊരു ചേരുംപടി ചേർക്കുകയാണ്. എന്താണ്? നമ്മളെ മലനാടിൻ്റെ ഉയരവും ഇടനാടിൻ്റെ ഉയരവും തീരപ്രദേശത്തിൻ്റെ ഉയരവും കറക്റ്റായിട്ട് ചേർക്കുക. നമ്മൾ മലനാടിൻ്റെ ഉയരം എത്രയുണ്ടോ? നമ്മൾ പറഞ്ഞു മലനാടിൻ്റെ ഉയരം എത്രയാണ്? സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതലാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ ഏതാണ്? മലനാട് ഏതാണ്? 75 മീറ്ററിൽ കൂടുതലാണ് മലനാട്. നമുക്കത് കിട്ടി. ഇടനാട് ഏതാണ്ടാ? ഇടനാട് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ്. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ്. അപ്പോൾ ഏതാണ്? 7.5നും 75നും ഇടയിലാണ്. അപ്പോൾ നമുക്ക് ഇടനാട് ഏതാണ്? ഇടനാട് നടക്കുന്നത് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ. അപ്പോൾ തീരപ്രദേശം എന്താണ്? തീരപ്രദേശം 7.5 മീറ്റർ താഴെയാണ്. അപ്പോൾ ഒന്ന് വരുന്നത് എന്താണ്? 2ആണ്. അപ്പോൾ 1, 2 വരുന്നത് 2. ബിയും സിയും ഡിയും വരുന്നുണ്ട്. അടുത്ത് നോക്കാം. 2 ഏതാണ്? 3 വരുന്നത്. അപ്പോൾ എന്താ? നമുക്ക് 2, 3 ആണ്. അപ്പം തന്നെ ഇതാ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അവിടെ ഒരു അവകാശവാദവും ഒരു കാരണമാണ് പറയുന്നത്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ നെൽകൃഷിയും തെങ്ങ് കൃഷിയും വ്യാപകമായി കാണപ്പെടുന്നു. അടുത്ത കാരണം എന്താണ്ട? കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ നെൽകൃഷിയും തെങ്ങ് കൃഷിയും വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോടാ? അടുത്ത നോക്കാം. തീരപ്രദേശങ്ങളിലെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്കും ഉപ്പുരസമുള്ള മണ്ണ് തെങ്ങ് കൃഷിക്ക് അനുയോജ്യമാണ്.
ഓക്കെ, ശരിയാണോടാ? നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു തീരപ്രദേശങ്ങളിൽ എന്താണ് എക്കൽ മണ്ണും ഉണ്ട്, ഉപ്പ് രസമുള്ള മണ്ണും ഉണ്ട്. ഇവ എന്തിന് സഹായിക്കും എന്ന് പറഞ്ഞു? തെങ്ങ് കൃഷിക്ക്. അതായത് ഉപ്പ് രസമുള്ള മണ്ണ് തെങ്ങ് കൃഷിക്കും, എക്കൽ മണ്ണ് എന്താണ് നെൽകൃഷിക്കും അനുയോജ്യമാണ്. അതായത് ഒന്നൊന്നിൻ്റെ കാരണം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏത് നോക്കാം. എ ശരിയാണ്, എന്നാൽ 6 തെറ്റാണ്. നമുക്ക് പറ്റില്ല. എന്താണ് 6 നമ്മൾ ശരിയാണെന്ന് പറഞ്ഞു. എ തെറ്റാണ്, എന്നാൽ 6 ശരിയാണ്. ആ ഓപ്ഷനും പറ്റില്ല. അടുത്ത എന്താണ് എയും 6ഉം എന്നിവ രണ്ടും ശരിയാണ്, എന്നാൽ 6A ശരിയായ വിശദീകരണമല്ല. അത് നമുക്ക് എടുക്കാൻ കഴിയില്ല. അടുത്ത നോക്കാടാ, എയും 6ഉം ശരിയാണ്. എന്താണ്ടാ 6A ശരിയായ വിശദീകരണമാണ്, ശരിയാണ്. അപ്പോൾ നമ്മൾ ആൻസർ ഏതാണ്ടാ? ഓപ്ഷൻ ഡി ആണ്ടോ നമ്മൾ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. താഴെ പറയുന്നതിൽ കേരളത്തിലെ ഇടനാട് മേഖലയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ പെടാത്തത് ഏതാണ്ടാ? അവിടെ ചെറിയ കുന്നുകളുണ്ടോ, അതേ സമതലങ്ങളുണ്ടോ, കൊടുമുടികളുണ്ടോ, താഴ്വരകളുണ്ടോ? ഏതാണ്ടാ? അപ്പോൾ കേരളത്തിലെ ഇടനാട് നമ്മൾ എന്തൊക്കെ കാണപ്പെടുന്നു പറഞ്ഞു? നദീ താഴ്വരകൾ കാണപ്പെടുന്നു പറഞ്ഞു, ചെറിയ കുന്നുകൾ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു, പിന്നെന്താണ് നദീ തടങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ ഏതാണ്ടാ നമ്മൾ ആൻസർ? ചെറിയ കുന്നുകൾ അവിടെ ഉണ്ടോ? ചെറിയ കുന്നുകൾ അവിടെ ഉണ്ട്. സമതലങ്ങളുണ്ടടാ. അവിടെ എന്തില്ലടാ? കൊടുമുടികളില്ല. എന്താണ്? കൊടുമുടികളില്ല. കൊടുമുടികൾ എവിടെയുണ്ട? അത് മലനാടാണ്. അപ്പോൾ ഉൾപ്പെടാത്ത പ്രദേശം ഏതാണ്ട? ഓപ്ഷൻ സി കൊടുമുടിയാണ്. താഴ്വരകൾ അവിടെ ഉണ്ട്. ഓക്കെ, കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് എന്നാണ് കണ്ടെത്താനുള്ളത്. ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് പ്രധാനപ്പെട്ട മണ്ണ്. അടുത്ത ബി നോക്കാം. കേരളത്തിൽ കറുത്ത മണ്ണ് ഒരിടത്തും കാണപ്പെടുന്നില്ല. അടുത്ത നോക്കാം. ചില പ്രദേശങ്ങളിൽ കരിമണ്ണും പീറ്റമണ്ണും കാണപ്പെടുന്നു. അടുത്ത മൺസൂൺ നിലനിൽപ്പിന് മണ്ണ് അത്യാവശ്യമാണ്. അപ്പോൾ ഏതാണ്ടതില്ല തെറ്റായ പ്രസ്താവന ഏതാണ്ട? അത് നമ്മൾ ഓപ്ഷൻ ബി ആണ്. കാരണം കറുത്ത മണ്ണ് കാണപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു സ്കൂൾ ടെസ്റ്റിൽ എന്താണ് കേരളത്തിൽ ചിലയിടങ്ങളിൽ കറുത്ത മണ്ണും പീറ്റ് മണ്ണും കാണപ്പെടുന്നു എന്ന് നമ്മളവിടെ പറയണ്ടായി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ തെറ്റായ പ്രസ്താവന ഏതാണ്ട? ഓപ്ഷൻ ബി ആണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസിൽ 2 ചാപ്റ്ററുകളാണ് പറഞ്ഞത്. ആദ്യത്തെ എന്താണ് പറഞ്ഞത്? മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് നമ്മുടെ റോഡ് റെയിൽ ഗതാഗതത്തെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കിയത്. അതിൽ വന്ന മാറ്റങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ മനുഷ്യ എഴുത്തുവിദ്യ വികസിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ വരവോടെ നമുക്കുണ്ടായ ഉപയോഗങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്ത ചാപ്റ്ററിൽ പറഞ്ഞ എന്താണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും കേരളത്തിലെ ഓരോ ഭൂപ്രകൃതി എന്തൊക്കെ കൃഷി ചെയ്യുന്നു എന്താണ്, പിന്നെ അവിടുത്തെ മണ്ണിനങ്ങളെ പറ്റി പറഞ്ഞു. പിന്നെ കേരളത്തിലെ നദികളെക്കുറിച്ച് കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി പാഠങ്ങളൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠങ്ങൾ പഠിക്കാം. എല്ലാവർക്കും ബൈ.